മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കണം ഈ പറഞ്ഞത്. അല്ലാഹു തആല നാഫിയ ഇൽമിനെ തരട്ടെ. നോക്കൂ, നിങ്ങൾ മൈലാഞ്ചിയാണ് സുന്നത്ത്. ഇങ്ങോട്ട് നോക്ക്. ശ്രദ്ധിക്കണില്ലേ നിങ്ങൾ? വിവാഹിതകളായ ഭർത്താവുള്ള പെണ്ണുങ്ങൾക്ക് മൈലാഞ്ചിയാണ് സുന്നത്താണ്. ഒരു കത്ത് കൊടുത്തു ഒരു പെണ്ണ് മുസ്തഫ നബിന്റെ കയ്യിലേക്ക് ഒരു എഴുത്ത് കൊടുത്തു. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ പറഞ്ഞു, അന്തിമുത്തസവ്വിജ, പുതിയാപ്പിള ഉണ്ടോ നിനക്ക് എന്ന് ചോദിച്ചു. ഉണ്ട് നബി എന്ന്. അപ്പോൾ പറഞ്ഞു, അല്ല, എന്റെ നീ നാട്ടിലെ മൈലാഞ്ചിയൊക്കെ കിട്ടിയിട്ടും എന്റെ നഖം ഭംഗിയാക്കാതിരുന്നു. മനസ്സിലായില്ല? ശ്രദ്ധിക്കുക. മനസ്സിലായ ഒരു പെണ്ണ് ഹബീബാ റസൂലുള്ളാഹിക്ക് ഒരു എഴുത്ത് കൊടുത്തു, ഒരു വിഷയം, ഒരു കത്ത് കൊടുത്തു. അപ്പോൾ ആ പെണ്ണിന്റെ നഖം കണ്ട് മുസ്തഫ നബി പറഞ്ഞു, പെണ്ണെ നീ ഭർത്താവുള്ളവളാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പോൾ ഹബീബ് പറഞ്ഞു, ഭർത്താവ് ഉണ്ടായിട്ടും എന്റെ മൈലാഞ്ചി കൊണ്ട് നഖം ഭംഗിയാക്കാതിരുന്നു. അവൻ മൈലാഞ്ചി അണിയ നഖത്തിലെ. അതേപോലെ തന്നെ അവിടെ ഒരു കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ട്. വുളൂഇന്റെ വെള്ളം ചേരാത്തത് കൊണ്ട് ഭംഗി കൂട്ടാൻ വുളൂഇന്റെ അവയവങ്ങളിൽ പാടില്ലാത്തതാകുന്നു. ശ്രദ്ധിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണോ. നമ്മളെ എന്താ പറയാ ക്യൂടെക്സ് അങ്ങനെ എന്തോന്നില്ലേ? ഇല്ലല്ലേ? ക്യൂടെക്സോ അങ്ങനല്ലേ? ക്യൂടെക്സ് അത് നഖത്തിൽ വെള്ളം ചേരൂല. അത്തരം കാര്യങ്ങൾ കൊണ്ട് നഖം ഭംഗിയാക്കാൻ പാടില്ല. ശ്രദ്ധിക്കുക. ചില ഭംഗി കൂട്ടാൻ ശറ അംഗീകരിക്കുന്ന ഭംഗി കൂട്ടൽ. ചില ആളുകൾ നഖം വല്ലാതെ അങ്ങോട്ട് വളർത്തിയിട്ട് അതിനുള്ളിൽ അഴുക്ക് കെട്ടും. മാത്രമല്ല വുളൂന്റെ വെള്ളം ചേരില്ല, അതും പാടില്ല. ശറ അംഗീകരിക്കുന്ന ഭംഗിയാകൽ. കിടക്കുന്ന നേരത്തെ മൈലാഞ്ചി സുറുമയണിയ, നല്ല മനോഹരമായ സുഗന്ധം പൂശുക. അതേപോലെ തന്നെ അവനോട് ഇഷ്ടപ്പെട്ട് വസ്ത്രമണിയുക. അവന് തന്നെ വസ്ത്രം നീ നിന്റെ ഇഷ്ടപ്പെട്ട പ്രകാരം അണിഞ്ഞാലും പോരാ. വസ്ത്രത്തിന് തീരുമാനിക്കേണ്ടത് കാണുന്നവരാണ്. അപ്പോൾ അവൾ ചോദിക്കണം. അതാണ് നല്ല പെണ്ണിന്റെ സ്വഭാവം. ഇന്ന് ഞാൻ ഏത് വസ്ത്രമാണ് അണിയേണ്ടത് എന്ന് ഭർത്താവിനോട് ചോദിക്കണം. അതൊക്കെ നല്ല പെണ്ണുങ്ങളുടെ സ്വഭാവമാണ്. നിങ്ങൾ മനസ്സിലാവണില്ലേ? ഓരോരുത്തർ ചിരിക്കുന്നുണ്ട്, ചോദിക്കുന്ന പെണ്ണുങ്ങളുണ്ട് എന്നാ മനസ്സിലാവുന്നത്. ഉണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചു എന്നാ അതിന്റെ മേന. ഉണ്ട്, നല്ലവരൊക്കെ ഉണ്ട്. ശ്രദ്ധിക്കുക. ഭർത്താവിനോട് ചോദിക്കുക, ഇന്ന് ഏത് വസ്ത്രമാണ് അണിയേണ്ടത്. എല്ലാം നല്ല വസ്ത്രം. എന്നാലും നല്ല വസ്ത്രമാണെങ്കിലും ചില വസ്ത്രങ്ങൾ ചില ആളുകൾക്ക് ചില വസ്ത്രത്തിൽ വല്ലാതെ ഭംഗി കൂട്ടും. റസൂലുള്ളാഹിക്ക് ചില വസ്ത്രമണിഞ്ഞാൽ വല്ലാത്ത മനോഹരാവസ്ഥ ഉണ്ടായിരുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, ചുരുക്കത്തിൽ വിശ്വാസികളെ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാൻ ഭംഗി കൂട്ടുകയും മൈലാഞ്ചി അണിയുകയും ചെയ്യൽ ഹബീബിന് വലിയ താല്പര്യമായിരുന്നു. അല്ലാഹു തആല നമുക്ക് മഴ കൊണ്ട് നമ്മളെ സമൃദ്ധിയാക്കട്ടെ. ആരും വിഷമിക്കണ്ട. അതിനൊക്കെ അല്ലാഹു തആല നിഅമത്ത് ചെയ്തു തന്നില്ലേ. മഴയും വളരെ ആവശ്യം തന്നെയാണ്. മഴയില്ലാത്തൊരു കർക്കിടക മാസം കഴിഞ്ഞു പോയി. മഴയും ആവശ്യമാണ്. അല്ലാഹു റഹ്മത്തിന്റെ മഴയാക്കി തരട്ടെ. അല്ലാഹു സയ്യിബൻ നാഫിയ, അല്ലാഹു റഹ്മത്തിന്റെ മഴയാക്കി തരട്ടെ. മഴയുടെ നേരത്ത് ദുആ സ്വീകരിക്കുന്നതാണ്. അല്ലാഹു തആല നമ്മുടെ ദുആനെ സ്വീകരിക്കട്ടെ. അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ, നരകത്തെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്കണം. അനസ് ബിൻ മാലിക് ഖാല ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും ബിരിജാലിൻ ഫിൽ ജന്ന. സ്വർഗ്ഗത്തിൽ കയറുന്ന പുരുഷന്മാരെ ഞാൻ എണ്ണി പറയാം. ഖാല, എന്നിട്ട് ഹബീബ് പറഞ്ഞു, അന്നബിയു ഫിൽ ജന്ന വസ്സുദ്ദീഖു ഫിൽ ജന്ന വറജുലു യസൂറു അഖാഹു ഫീ നാഹിയത്തിൽ ബലദി ലാ യസൂറുഹു ഇല്ലാ ലില്ലാഹി ഫിൽ ജന്ന. സ്വർഗ്ഗത്തിൽ കയറുന്നത് നബിമാർ സ്വർഗ്ഗത്തിൽ കയറും, സിദ്ദീഖീങ്ങൾ സ്വർഗ്ഗത്തിൽ കയറും. പിന്നെയോ ഒരാൾ തന്റെ മുസ്ലിമായ ഒരു സഹോദരനെ നാട്ടിന്റെ അങ്ങേ ഭാഗത്തുള്ള ഒരാളാണെങ്കിൽ പോലും അയാളെ കാണാൻ വേണ്ടി പോകുന്നു. ലാ യസൂറുഹു ഇല്ലാ ലില്ലാഹ്. അള്ളാഹ്ക്ക് വേണ്ടി ഒരു മുസ്ലിമായ സഹോദരനെ സന്ദർശിക്കാൻ നടക്കുന്ന ഒരാൾ, അയാളും സ്വർഗ്ഗത്തിൽ പോകും എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇനി അലാ അദുല്ലുക്കും ബിനിസായിക്കും ഫിൽ ജന്ന. സ്വർഗ്ഗത്തിൽ കയറുന്ന പെണ്ണുങ്ങളെ പറ്റി പറഞ്ഞു തരട്ടെയോ ഹബീബായ നബി ചോദിച്ചു. അവര് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ് എന്നാ പറഞ്ഞു നബി. ഖാല, നോക്ക്. ഖാല, നോക്ക്.
ഹബീബായ നബി പറഞ്ഞു, ഇമ്രാത്തുൻ വലൂദുൻ വദൂദ്, ഇമ്രാത്തുൻ വലൂദുൻ വദൂദ്, ഇമ്രാത്തുൻ വലൂദുൻ വദൂദ്. ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഈ പറഞ്ഞത്. ആരാ സ്വർഗത്തിൽ കയറുന്നത്? ഇമ്രാത്തുൽ വലൂദുൻ, ഏറ്റവും സ്നേഹമുള്ള പെണ്ണുങ്ങൾ. പിന്നെയോ വലൂദുൻ, ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണുങ്ങൾ. പ്രസവിക്കാൻ താല്പര്യം ഉണ്ടാവുക. കൊടുക്കലും കൊടുക്കാതിരിക്കലും ആരാണ്? അള്ളാഹുവാണ്. ഒന്ന് കഴിയുമ്പോഴത്തിന്, രണ്ട് കഴിയുമ്പോഴത്തിന് ഇന്ന് നമുക്ക് തൽക്കാലം നിർത്തിയേക്കിനും ഭർത്താവിനെ പ്രേരിപ്പിക്കാതിരിക്കുക. ഇനിയും കുട്ടികൾക്ക് വേണ്ടി കൊതിക്കുക. മനസ്സിലായില്ലേ പറഞ്ഞത്? സ്വർഗത്തിൽ ആണുങ്ങളിൽ ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കാൻ നബി, സിദ്ദീഖ്, പിന്നെ മുസ്ലിമായ സഹോദരനെ പരിഗണിച്ച് സിയാറത്ത് ചെയ്യുന്നവൻ, അയാളെ സന്ദർശിക്കുന്നവൻ, മൂന്നാളാ പറഞ്ഞത്. എന്നാൽ പെണ്ണുങ്ങളിൽ ആദ്യം പറഞ്ഞതോ വലൂദുൻ വദൂദ്. അവിടെ നബിയുടെ സ്ഥാനത്താണ് ഇവിടെ വലൂദുൻ വദൂദ്, വലൂദുൻ വദൂദ്, വലൂദ് വദൂദ്, വദൂദുൻ വലൂദ്. അങ്ങനെയാണ് വദൂദ്. വദൂദ് എന്താർത്ഥം? ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവൻ, ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവൾ, ഏറ്റവുമേറെ സ്നേഹമുള്ളവൾ. ഭയങ്കര സ്നേഹ ഭർത്താവിനോട്. ഏറ്റവും കൂടുതൽ തന്റെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ആൾ. ഒരിക്കൽ എന്തുണ്ടായി? മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു സംഭവം നടന്നു. മുആവിയ, ശ്രദ്ധിക്കുന്നില്ലേ? മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഗവർണറായിരുന്ന മർവാൻ ബിൻ ഹക്കം എന്ന ഭരണാധികാരിക്ക് ഒരു ഗ്രാമീണന്റെ ഭാര്യയോട് വലിയ താല്പര്യമുണ്ടായി. ആ ഗ്രാമീണനാകട്ടെ പറ്റേ പാവപ്പെട്ട ഒരാളുമായിരുന്നു. അതിസുന്ദരിയായ ഒരു പെണ്ണുണ്ടായിരുന്നു. ബനൂ ഉദറ ഗോത്രത്തിൽ അതിസുന്ദരിയായ ഒരു പെണ്ണുണ്ടായിരുന്നു. പെണ്ണിന്റെ ഭർത്താവ് പറ്റ ഒരു മോശപ്പെട്ട ആളായിരുന്നു. അപ്പോൾ ഗവർണറായ മർവാൻ ബിൻ ഹക്കമിന് ഈ പെണ്ണിനെ, ഇയാളൊന്ന് ത്വലാഖ് ചൊല്ലി ഇദ്ദ കഴിഞ്ഞാൽ എനിക്ക് വിവാഹം ചെയ്യാൻ ഒരു താല്പര്യം ഗവർണറായ മർവാൻ ബിൻ ഹക്കമിന് ഉണ്ടായി. അതിന്റെ പേരിൽ വലിയ പ്രശ്നങ്ങൾ നടന്നു. അവസാനം മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കോടതിയിൽ കേസെത്തി. മനസ്സിലായില്ലേ പറഞ്ഞത്? ഭർത്താവുള്ള ഒരു പെണ്ണിന്, ആ ഭർത്താവ് ഒരു പാവപ്പെട്ട ആളാണ്, പെണ്ണ് അതിസുന്ദരിയ, എങ്ങനെയെങ്കിലും ഭർത്താവിന് പാരിതോഷികം കൊടുത്തിട്ട് ത്വലാഖ് ചൊല്ലിച്ച് ഒഴിവാക്കിയിട്ട് ഈ പെണ്ണിനൊന്ന് എനിക്ക് ഭാര്യയായി കിട്ടിയെങ്കിൽ എന്നൊരു മോഹം നാട്ടിലെ ഗവർണർക്ക് ഉണ്ടായി. അതിന്റെ പേരിൽ വലിയ പ്രശ്നവും നടന്നു. അവസാനം കോടതിയിൽ കേസെത്തി. കോടതിയിൽ കേസെത്തിയപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു ഈ പെണ്ണിനെ പരിശോധിക്കാൻ വേണ്ടി, ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു, മറുവൻ നല്ല റൂമാലാണ്, നല്ല പൈസക്കാരനാണ്, പിന്നെ നല്ല റജുലുമാണ്, എന്താ വേണ്ടത് തീരുമാനിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഹാരാ വഇൻ കാന ഫീ ജൂഇൻ വഇത്മാരി അഅസ്സു ഇൻദി മിൻ അഹ്ലി വമിൻ ജാരി വസാഹിബി താജി ഔ മർവാന അമിലിഹി വകുല്ലി ദീ ദിർഹമിൻ മിൻഹും വദീനാരി. ലോകപ്രശസ്തമായ ഒരു ഗാനമാണിത്. ഈ പെണ്ണിന്റെ പാട്ട് പിന്നെ ലോകത്ത് ഒരുപാട് കാലഘട്ടം സാഹിത്യകാരന്മാർ പാടിയിട്ടുണ്ട്. കോടതിയിൽ വെച്ച് പെണ്ണ് പാട്ടുപാടി. പെണ്ണിനോട് ചോദിച്ചു, മർവാൻ ഗവർണറാണ്, നല്ല പൈസക്കാരനാണ്, നീ അവന്റെ ഭർത്താവായി കിട്ടാൻ അയാൾക്ക് വലിയ താല്പര്യവുമാണ്. അപ്പോൾ പറഞ്ഞു, ഹാരാ വഇൻ കാന ഫീ ജൂഇൻ വഇത്മാരി അഅസ്സു ഇൻദി മിൻ അഹ്ലി വമിൻ ജാരി വസാഹിബി താജി ഔ മർവാന ആമിലിഹി വകുല്ലി ദീ ദിർഹമിൻ മിൻഹും വമിൻ വദീനാരി. ഇയാൾ വലിയ ഉഷാറുള്ള ആളാണെങ്കിലും ഈ വഇൻ കാന ഫീ ജൂഇൻ വഇത്മാരി, വലിയ വിശപ്പിലും വലിയ ബുദ്ധിയിലും മുട്ടിലുമാണ് ഞങ്ങളുടെ ജീവിതമെങ്കിലും എന്റെ അടുക്കൽ ഏറ്റവും യോഗ്യൻ എന്റെ ഭർത്താവ് തന്നെയാണ്. ഭർത്താവിന്റെ കാര്യത്തിൽ അഭിമാനം പറയുക. അഭിമാനം പറയേണ്ടി വന്നാൽ എന്റെ ഭർത്താവ് എന്നെ സംരക്ഷിക്കും സ്വന്തം കുടുംബത്തിൽ പറയേണ്ടടുത്ത്. എന്നാൽ അന്യ സ്ത്രീകളോട് ഭർത്താവിനെ പ്രശംസിച്ച് വർണ്ണിച്ച് പറയാനൊട്ട് പാടില്ലാത്തതുമാണ്. ശ്രദ്ധിക്കുക, അന്യ പുരുഷരോട്, അന്യ സ്ത്രീകളോട് സ്വന്തം ഭർത്താവിനെ വർണ്ണിച്ച് പറയാൻ പാടില്ല. ശ്രദ്ധിക്കണം കേട്ടോ, വളരെ ശ്രദ്ധിക്കണം. ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കി അത് ചെയ്യുന്നവർ ശൈത്താന്മാരാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. മാത്രമല്ല അതുവഴി ഒരുപാട് നാശങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
ഞാൻ പോയതല്ല, സ്നേഹത്തിന്റെ കാര്യം പറഞ്ഞതാ. ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ കിടക്കുന്ന ആദ്യത്തെ ആൾ വലൂദ്, ഏറ്റവും സ്നേഹമുള്ള ആൾ, ഏറ്റവും കുട്ടികളെ പ്രസവിക്കുന്ന ആൾ, കുട്ടികളെ പ്രസവിക്കാൻ താല്പര്യമുള്ള പെണ്ണുങ്ങൾ, ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ഭർത്താക്കൻ ഏറ്റവും വലിയ സ്ഥാനമുണ്ടാവുക എന്ന്. ഇതാ നോക്കൂ നിങ്ങൾ, ഹബീബായ റസൂൽ പറഞ്ഞു, നോക്കൂ നിങ്ങൾ, ഭർത്താവ് അവളോട് ദേഷ്യപ്പെട്ടാൽ പോലും അല്ലെങ്കിൽ മോശം ചെയ്താൽ പോലും കാലത്ത് അവൾ പറയണം, തന്റെ കയ്യിന് അയാളെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുക. ഇവളാണ് ഏറ്റവും നല്ല പെണ്ണ്. മനസ്സിലായില്ല? മനസ്സിലാവുണ്ടോ? ഏറ്റവും നല്ല സ്നേഹമുള്ളവളാണ് ഏറ്റവും നല്ല പെണ്ണ്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഭർത്താവ് അവളോട് മോശം ചെയ്തു അല്ലെങ്കിൽ ദേഷ്യപ്പെടേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു, എന്നാൽ പോലും അവൾ എന്ത് ചെയ്യണം? അവൾ എന്ത് ചെയ്യുക? അവളെ കൈയെടുത്തിട്ട് അവന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുക. എന്നിട്ട് പറയാ, നിങ്ങൾക്ക് എന്തും ചെയ്യാ, എന്റെ കൈ ഇപ്പോൾ നിങ്ങളെ കയ്യിലാണ്. നിങ്ങൾ തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഉറങ്ങൂല എന്ന് പറയാം. ഇന്ന് രാത്രി എന്തോ ദേഷ്യപ്പെട്ടു ഭർത്താവ് ഭാര്യയോട്, ദേഷ്യപ്പെട്ട വേഗം എന്ത് ചെയ്യാ? ഇതിനേക്കാൾ ഊക്കുള്ളത് അങ്ങോട്ട് പറയല്ല, സർക്കാർ ഇപ്പൊ ഞങ്ങളെ കൂടെയാണ് എന്ന് പറയല്ല. ഞങ്ങൾക്കിന്ന് ഞങ്ങളൊരു വാക്ക് പറഞ്ഞാൽ ഞങ്ങൾക്കാണ് ഇന്ന് സൗകര്യമുള്ളത്, ഞങ്ങളൊരു വാക്ക് കോടതിയിൽ പറഞ്ഞാൽ അതോടുകൂടെ പിടിച്ചുകൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കല്ല വേണ്ടത്, വല്ലാതെ കളിപ്പിക്കണ്ട എന്നെ എന്ന് പറയല്ല വേണ്ടത്. പിന്നെ എന്ത് ചെയ്യാ? തന്റെ കൈയെടുത്തിട്ട് ഭർത്താവിന്റെ കയ്യിൽ വെച്ചു കൊടുക്ക. എന്നിട്ട് പറയാ, എന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ കയ്യിലേക്ക് തന്നിരിക്കുന്നു, ഇന്ന് രാത്രി ഞാൻ കണ്ണുപൂട്ടുകയില്ല, നിങ്ങൾ എനിക്ക് തൃപ്തിപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇന്ന് ഉറങ്ങുകയില്ല ഭർത്താവിനോട് പറയാം. ഇവളാണ് ആദ്യത്തിൽ സ്വർഗത്തിൽ കിടക്കുന്ന പെണ്ണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇനി നല്ല പെണ്ണിന്റെ മറ്റൊരു രീതി, ആ പെണ്ണ് ആരായിരിക്കണം? ആ ഭർത്താവിന്റെ വീട്ടിലെ റായത്താവുക. വിരുന്ന് പോയിട്ട് വീട്ടിലുള്ള ആടും കണ്ണും മുഴുവനും വീട്ടിലുള്ള സാധനങ്ങള് വല്ലതും കുഴിച്ചുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആ പരിസരത്ത് ആട് വന്ന് തിന്ന് ഒന്നും എല്ലാം തീർന്നു പോയി. ഇവള് വീട്ടിൽ നിന്ന് പോയാൽ 2 ആഴ്ച കഴിഞ്ഞേ വിരിഞ്ഞു കഴിഞ്ഞു മടങ്ങുള്ളൂ. പിന്നെ ഒരു വസ്തുവും അതതിന്റെ രൂപത്തിലാവുകയില്ല. ആ വീട്ടിൽ എന്തെങ്കിലും ഒന്ന് പുതുതായി ഒരു പുതുനാമുണ്ടാക്കാൻ കഴിയുകയില്ല. എന്നും പുതിയതായി അവളെ വിരുന്ന് കഴിഞ്ഞ് വന്നാൽ വീട്ടിനെ ശുദ്ധീകരിക്കണം. വീട്ടുമായി അവൾക്ക് ബന്ധം കുറവാണ്, എപ്പോഴും അങ്ങോട്ട് പോവുക. ഭർത്താവിന്റെ വീട് വിട്ടു പോവുക. വളരെ ചിന്തിക്കണം. ഭർത്താവിന് എവിടെയാണ് പെണ്ണിരിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് ഭർത്താവാകുന്നു. അത് ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞെന്നറിയോ? കോഴിക്കോട്ടേക്ക് വിഷമം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കോഴിക്കോട് അങ്ങനെയുണ്ട്. ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ ഭർത്താവ് ഇരിക്കുന്നുണ്ട്. എന്താണെങ്കിലും അവൾ എവിടെ ഇരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? ഭർത്താവാണ്. അതിനനുസരിച്ച് അവൾ ചെയ്യണം. ഭർത്താവിന്റെ കൂടെയാണെങ്കിൽ ഭർത്താവിന്റെ കൂടെ നിൽക്കണം. ഭർത്താവിന്റെ കൂടെ ഭർത്താവ് ഇങ്ങോട്ട് വരാം, അത് തീരുമാനിക്കേണ്ടത് ഭർത്താവാണ്. ഏതായാലും അവൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അവൾ അവന്റെ വീട്ടിന്റെ റായത്താവുക, വീട്ടിലെ ഭരണാധികാരിയാവുക. കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഈയതിഹി വൽമർഅതു റായിയത്തുൻ ഫീ ബൈതി സൗജിഹാ. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. വീട്ടിൽ അടങ്ങിയൊടുങ്ങിയിരിക്കുക. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറുജന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ. ഏതൊരു പുരുഷനും, ഇപ്പൊ ഞാനൊരു പുരുഷൻ എന്ന നിലയിൽ എനിക്കറിയാമല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ പുരുഷന്റെ മനസ്സ്. പുരുഷൻ ഏറ്റവും താല്പര്യം ഉണ്ടാവുക അവൻ എപ്പോൾ ചെല്ലുന്ന നേരത്തും വീട്ടിൽ ആര് വേണം? ഭാര്യ വേണം. അത് റാഹത്താണ്, അത് വല്ലാത്ത സന്തോഷം. കാരണം വളരെ ടെൻഷൻ അടിച്ചായിരിക്കും ചെല്ലുന്നത്. ചെല്ലുമ്പോൾ അയൽവക്കത്തിന്റെ താക്കോല്, അവള് ഏലിയോ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഏറ്റവും കൂടുതൽ ഈ പുണ്യപ്പെട്ട ഉമ്മത്തിന്റെ കാര്യത്തിലായിരൊക്കെ വല്ലാത്ത വേദനാജനകം.
ഓണം കഴിഞ്ഞു, കച്ചവടക്കാരിപ്പോഴും നോക്കിയിരിക്കുന്നുണ്ടാവും. ഇനി ഓണത്തിൽ വല്ല കച്ചവടം നടന്നിട്ടുണ്ടെങ്കിലും അത് റമളാനിന്റെ പേരിലാകും. ശ്രദ്ധിക്കണം. ഷോപ്പിങ്ങിന് പോകുന്നതിന് കയ്യും കണക്കുമില്ല. വസ്ത്രമൊന്ന് എടുക്കാൻ പോവും, പിറ്റേ ദിവസം അതൊന്ന് മാറ്റാൻ പോവും, പിറ്റേനൊന്ന് വീണ്ടും ഒന്ന് തിരിച്ചെടുക്കാൻ പോവും, പിറ്റേന്ന് കുട്ടിയുടെ പുതിയതൊന്ന് എടുക്കാൻ പോവും, അത് പിറ്റേന്ന് മാറ്റാൻ പോവും. ചുരുക്കത്തിൽ റമളാൻ 30 ദിവസം. അവൾ ലാ ഇലാഹ ഇല്ലല്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹി ഇവിടെയില്ല അവിടെയില്ല. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹി ഇതൊക്കെയാണ് ആധുനിക സൊസൈറ്റി ലേഡികൾ. അത് ലോഡികളാണ്, സത്യത്തിൽ ലേഡികളല്ല. ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. ഇത് ആധുനികതയുടെ ചിത്രമാണ്, ഒരിക്കലും മുസ്ലിം സമുദായത്തിന്റെ രീതിയല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പെണ്ണിന് ഖറാറ് ഭർത്താവിന്റെ വീട്ടിലാവുക. ഭർത്താവ് കൽപ്പിച്ചെടുത്ത് എപ്പോഴവൻ വരുമ്പോഴും വീട്ടിലുണ്ടാവുക, ഒന്ന് വീട്ടിലൊടുങ്ങ. അവന്റെ സമ്മതപ്രകാരവും അവൻ ഇഷ്ടപ്പെട്ടവരുടെ കൂടെയുമല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുക, അവന്റെ സമ്മതപ്രകാരവും സദാസമയവും. ഇതൊക്കെ വളരെ ചിന്തിക്കണം, പെണ്ണുങ്ങൾ മനസ്സിലാക്കണം. ഭർത്താവ് വീട്ടിലില്ല എങ്കിൽ അങ്ങനെ നടക്കും. ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ ഒരു പേര് പറയും, ഒന്നിരിക്കൽ എന്തെങ്കിലും രോഗിയെ സന്ദർശിക്കാനാകും. ഈ പ്രധാനമൊക്കെ ആർക്കാണ്? രോഗിയെ സന്ദർശിക്കൽ, മരണ വീട്ടിൽ പോകൽ, ഈ പ്രധാനമെല്ലാം ആർക്കാണ്? ഭർത്താവിന്. ഇനി ഭർത്താവിന്റെ സാന്നിധ്യത്തോടുകൂടി അവൾക്കാകാം കുടുംബത്തിലൊരു പെണ്ണ് മരിച്ചു, പോകാം. ആരാ ഉണ്ടാവണം? അല്ലെങ്കിൽ സമ്മതം വേണം, ഭർത്താവിന്റെ അത് വേണം. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറുജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ. ഹബീബായ റസൂലുള്ളാഹി പഠിപ്പിച്ചു, ഇന്നൽ മർഅത ഔറ, പെണ്ണ് എന്നാൽ ഔറത്താണ്. ഇദാ ഖറജത് മിൻ ബൈതിഹാ ഇസ്തശ്റഫഹ ശൈത്താൻ. പെണ്ണ് വീട്ടിൽ നിന്നിറങ്ങിയാൽ പിന്നെ പിശാചാണ് അവളെ ഭരിക്കുക. പെണ്ണ് യാതൊരു കാരണവശാലും വീട്ടിൽ നിന്നിറങ്ങാൻ പാടില്ല. പെണ്ണ് വീട്ടിൽ നിന്നിറങ്ങിയാൽ പിന്നെ പിന്നാലെ ആരുണ്ടാകും? പറ ആരുണ്ടാകും? ശൈത്താനുണ്ടാകും. അവളെ ഭരിക്കൽ ശൈത്താനായിരിക്കും. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ തഅത്തറത്തിൽ മർഅ, ഒരു പെണ്ണ് അണിഞ്ഞൊരുങ്ങി, അത്തറ് പൂശി അഥവാ അണിഞ്ഞൊരുങ്ങി, എന്നിട്ടോ ഫമറത്ത് ബിമജ്ലിസിൻ, ഒരു സദസ്സിലൂടെ നടന്നു പോയാൽ കുല്ലു ഐനിൻ സാനിയ, എല്ലാ പെണ്ണുങ്ങളും എല്ലാ കണ്ണുകളും വ്യഭിചരിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. കണ്ണ് വ്യഭിചരിക്കും. ഫഹിയ കദാ വകദാ, അവളും അങ്ങനെയുമാണ്. എന്താ പറഞ്ഞത്? ഒരു പെണ്ണ് അണിഞ്ഞൊരുങ്ങി പുറത്തിറങ്ങിയാൽ എല്ലാ കണ്ണുകളും വ്യഭിചരിക്കും, അവളും ഫഹിയ കദാ വകദാ, അവളും അങ്ങനെയുമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എങ്ങനെയുമാണ് യാനി സാനിയ, അവളും ആരു തന്നെ, വ്യഭിചാരിണി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അവിടെ വേറൊരു കാര്യം ചിന്തിക്കണം കേട്ടോ. ഈ വിഷയത്തിൽ ഒരു ഉത്തരവാദി ആരാണ്? ഭർത്താവാണ്. അവൻ അത് മതിയാവും നരകത്തിന്. അവൻ ചെലവ് കൊടുക്കുന്ന ആളുകളെ നിരുത്തരവാദികളായി വിട്ടാൽ മാത്രം, അതുകൊണ്ട് മാത്രം അവൻ നരകത്തിൽ പോകുമെന്ന് പുണ്യനബി. അവൻ ചെലവിന് കൊടുക്കുന്നവരെ സംരക്ഷിക്കേണ്ട, ഹറാമിനെ തൊട്ട് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അവന്റേതാണ്. തൊബ്രാനി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കുക, വിശദീകരിക്കുന്നില്ല. ചുരുക്കത്തിൽ വീട്ടിൽ അവൾ അടങ്ങിയൊടുങ്ങി വീട്ടിലിരിക്കുക. ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നൽ മർഅതൈര, ഇനിയോ ഭർത്താവിന്റെ സമ്മതമില്ലാതെ പോയാലോ? ഇങ്ങോട്ട് നോക്ക്, പോകരുതെന്ന് പറഞ്ഞിരുന്നു. ഇങ്ങോട്ട് നോക്ക്, വാപ്പ ഉമ്മ നീ ഞാൻ വരുന്നവരെ ഇങ്ങോട്ട് പറഞ്ഞേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. തൊബ്രാനിയുടെ ഹദീസ് കേട്ടോ. അതിന്റെ ഉമ്മാന്റെ അടുക്ക, വാപ്പാന്റെ അടുക്ക, അവിടെ പാലത്തിൽ അവിടെ ഉമ്മയും വാപ്പയൊന്നും ഉണ്ടാവില്ല. അവിടെ ഇത് ശറഅയാണ്, ഇത് പഠിച്ചവന്റെ ശറഅയാണ്, അള്ളാന്റെ നിയമമാണ്. പെണ്ണെ നല്ല പോലെ മനസ്സിലാക്കിക്കോ. ഹബീബാ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നൽ മർഅതൈര ഖറജത് മിൻ ബൈതിഹാ വ സൗജുഹാ കാരിഉൻ. ഭർത്താവിന് വെറുപ്പോടെ ഒരു പെണ്ണ് വീട്ടിൽ നിന്നിറങ്ങിയാൽ ലഅനഹാ കുല്ലു മലക്കിൻ ഫിസ്സമാ, ആകാശത്തുള്ള എല്ലാ മലക്കുകളും അവളെ ശപിക്കുന്നതാണ്. പിന്നെ ആരും വകുല്ലു ശൈഇൻ മറത അലൈഹി,
അവൾ നടന്നു പോകുന്നതിന്റെ പരിസരത്തുള്ള വസ്തുക്കളൊക്കെയും, ഈ വസ്തുക്കൾക്കൊക്കെ ഒരു ബോധമുണ്ട്, ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ശംസു വൽ ഖമറു ബിഹുസ്ബാൻ വന്നജ്മു വശജറു യസ്ജുദാൻ. ഏതൊന്നിന്റെ പരിസരത്തൂടെ അവൾ നടന്നു പോകുന്നുണ്ടോ അതൊക്കെ ശപിക്കും. വൈറൽ ജിന്നി വൽ ഇൻസി, ജിന്നു ഇൻസു ഒഴികെ. രണ്ട് വർഗമല്ലാത്തവർ മുഴുവനും അവളെ ശപിക്കും. ആകാശത്തുള്ളവർ ശപിക്കും, ഭൂമിയിലുള്ളവർ ശപിക്കും. ഭർത്താവിന്റെ സമ്മതമില്ലാതെ വീട്ടിൽ നിന്നിറങ്ങിയാൽ അത് ഏതാവശ്യത്തിന് വേണ്ടിയായാലും അതെന്തിനു വേണ്ടിയായാലും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ശ്രദ്ധിക്കുക. ഞാൻ നീട്ടി പറയുന്നില്ല, ചിന്തിക്കണം. പിന്നെന്ത് ചെയ്യാ? ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, വീട്ടിലുണ്ടാവുക. രണ്ടാമത്തെ കാര്യം, വീട്ടിലെ തന്നെ കൊണ്ട് ചെയ്യാവുന്ന മുഴുവനും കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുക. വീട്ടിന്റെ ഭരണാധികാരിയായി ഇരിക്കാൻ എന്നല്ല, വീട്ടിലെ കാര്യം നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം ആരുടേതാണ്? ഭർത്താവ്, ഭാര്യയുടേതാണ്. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, അൽ ഹയാതു തതആവനു വതതകാഫലു. ജീവിതം എന്നാൽ പരസ്പരമുള്ള സഹകരണമാണ്. ഫാത്തിമ അലി റളിയല്ലാഹു അൻഹുമ അവർക്കിടയിൽ ഹബീബായ റസൂലുള്ളാഹി കർമ്മത്തെ വിധിച്ചിരുന്നു. ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളൊരു വകുപ്പുണ്ട്, ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തം മുഴുവനും ആർക്കാണ്? ഭർത്താവിനാണ്. പെണ്ണിന് പണിയൊന്നുമില്ല, ഭക്ഷണം വരെ അവനാണ് ഉണ്ടാക്കി എന്നൊക്കെയുള്ള ഒരു ധാരണ നമ്മളുടെ ഇടയിലുണ്ട്. അതൊക്കെ മിഥ്യാധാരണകൾ മാത്രമാണ്. ഞങ്ങളങ്ങനെ ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല എന്ന് കേട്ടോ. രണ്ടാളെ ഹദീൽ റസൂലുള്ളാഹി വിധിച്ചു. വീട്ടിലെ പണി മുഴുവനും ആർക്ക്? ഫാത്തിമ ബീവിക്ക് റളിയല്ലാഹു അൻഹ. മൈഷത്ത് തേടിക്കൊണ്ടുവരുന്ന പുറം പണി മുഴുവനും ആർക്ക്? അലിക്ക്. ഹക്കമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതന്നെയാണ് ഈ വിഷയത്തിൽ നിയമവും. മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് അങ്ങനെ കടമൊന്നുമില്ല, ഞങ്ങൾ എങ്ങനെ അണിഞ്ഞൊരുങ്ങേണ്ടത് ഞങ്ങൾക്കുള്ളൂ എന്ന്. അങ്ങനെയല്ല. നോക്കൂ നിങ്ങൾ, ഇത് വിശദീകരിച്ചിട്ട് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. ഈ വിഷയത്തിൽ പാവപ്പെട്ടവൻ പണക്കാരൻ എന്ന വ്യത്യാസമൊന്നുമില്ല. എന്തുകൊണ്ട്? ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഹബീബ റസൂലുള്ളാഹിന്റെ മകൾ. ആ ഹബീബ റസൂലുള്ളാഹിന്റെ മകൾ പോലും എന്ത് ചെയ്തു? വീട്ടിലെ കാര്യത്തിൽ സഹകരിച്ചിരുന്നു എന്നർത്ഥം. അന്ന ഫാത്തിമ. ഇനി അതിനേക്കാൾ വലിയ രസമുണ്ട്. നോക്കൂ നിങ്ങൾ, കല്ല് പിടിച്ചിട്ട് റൊട്ടി ചുടാൻ വേണ്ടിയുള്ള മാവ് കുഴക്കുന്ന കല്ല് പിടിച്ചും മറ്റും അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ഫാത്തിമയുടെ അടുത്തേക്ക് ചെന്നു. ഫാത്തിമ എന്ത് ചെയ്യുന്നു? ഹസന് മുല കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ തന്റെ ഒരു കൈ കൊണ്ട് തൊഴിലും ചെയ്യുന്നുണ്ട്, ഹസന് മുല കൊടുക്കുന്നുമുണ്ട്. നാവ് കൊണ്ട് ദിക്ർ ചെല്ലുന്നതും ഞാൻ കണ്ടുവെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന അലി കൈ കൊണ്ട് മുല കൊടുത്ത് താങ്ങുന്നുണ്ട് കുട്ടിക്ക്. അതോടുകൂടെ തന്നെ വീട്ടിലെ തൊഴിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ എന്തു ചെയ്യുന്നുണ്ട്? നാവ് കൊണ്ട് ദിക്റും ചെല്ലുന്നുണ്ട്. ഇതൊക്കെ ചെയ്തിരുന്ന ഒരു സമാൻ നമ്മളെ നാട്ടിൽ നമ്മളന്മാർക്കുണ്ടായിരുന്നു, വല്യമാർക്ക് എമ്പാടുണ്ടായിരുന്നു. ഇതൊക്കെ ചെയ്തിരുന്നു. റമദാനിലൊക്കെ പ്രത്യേകിച്ചും. ഇതൊക്കെ ചെയ്തിരുന്നു. കുട്ടികൾക്ക് മുല കൊടുക്കും, അപ്പോൾ തന്നെ വീട്ടിലെ തൊഴിൽ ചെയ്യും, അപ്പോൾ തന്നെയോ താക്കിറാവുകയും ചെയ്യും. ഇങ്ങനെ ഞാൻ അനവധി തവണ ഞാൻ ഇപ്രകാരം ഫാത്തിമയെ കണ്ടിട്ടുണ്ട് എന്ന് സയ്യിദുന അലി. അപ്പൊ അവരല്ലേ നേതാക്കന്മാർ. അന്ന ഫാത്തിമത ഒരിക്കൽ അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം തശ്കു ഇലൈഹി. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ബാപ്പമാര് മക്കള് ഭർത്തൃ വീട്ടിൽ പണിയെടുത്ത് കുഴങ്ങിയതിന്റെ പേരിൽ വിഷയമുണ്ടാക്കാൻ ബാപ്പമാർക്ക് പാടില്ലാത്തതാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങള് മാതൃക ഇതാ. ഹബീബ റസൂലുള്ളാഹി എന്റെ പോത്ത് പേർന്നത് പോലെ എന്റെ കുട്ടി അവിടെ വന്ന് കഷ്ടപ്പെടാന്നല്ലാതെ എന്താ കാര്യം എന്ന് പറയുന്ന അവസ്ഥ ബാപ്പമാർ ഉണ്ടാകാൻ പാടില്ല. അത് ബാപ്പമാർക്ക് ഉണ്ടാവരുത്. കാരണം കയ്യ് നീര് കെട്ടി പൊള്ള കെട്ടി വീർത്തുപോയി, കയ്യ് പൊട്ടിയിരുന്നു. ആ കയ്യും കൊണ്ട് റസൂലുള്ളാഹിന്റെ അരികിൽ ചെന്നു. എന്തിന്? ഇനി എനിക്ക് അവിടെ നിൽക്കാനാവില്ല എന്നല്ല, എന്റെ ശക്കത്തിൻ നബിയ ഇലാ
ഒരു ഖാദിമിനെ എനിക്ക് തരണം, എനിക്കൊരു വേലക്കാരനെ കിട്ടിയാൽ പകുതി പണി അവിടെ ഏൽപ്പിക്കാമല്ലോ, രക്ഷപ്പെടുത്തണം. അതൊന്നും ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയാണ്, കൈകൊണ്ട് കല്ല് പിടിക്കാൻ വയ്യ എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട സയ്യിദത്തുന ആയിഷ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. കേട്ടോ കേട്ടോ, ഇനി രസമുണ്ട്. രണ്ടാളെയും അടുത്ത് വിളിച്ചു ഹബീബായ റസൂലുള്ളാഹ്. എന്നിട്ട് എന്ത് പറഞ്ഞു? ഇദാ ആബൈതുമാ ഇലാ ഫിറാശികുമാ അലാ അദുല്ലുകുമാ അലാ മാ ഹുവ ഖൈറുൽ ലകുമാ മിമ്മാ സഅൽതുമാ. വീട്ടിൽ സർവന്റിനെ നിർത്തുന്നതിനേക്കാൾ ഒരു നല്ല കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. വീട്ടിൽ ഒരു ജോലിക്കാരനെ നിർത്തിയിട്ട് പണി ഷെയർ ചെയ്യുന്നതിനേക്കാൾ ഒരു നല്ല കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് ഹബീബായ റസൂലുള്ളാഹ് ചോദിച്ചു. ആരോട്? ഇവർ രണ്ടാളും വിളിച്ചിട്ട്. അവർ രണ്ടാളും പറഞ്ഞു, എന്നാ പറഞ്ഞു തരി നബിയേ. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ രണ്ടാളും ഉറങ്ങാൻ വേണ്ടി ഭാര്യ ഭർത്താക്കന്മാർ വിരിപ്പിലേക്ക് കിടന്നാൽ നിങ്ങൾ 33 വട്ടം സുബ്ഹാനല്ലാഹ് കൈ ഇങ്ങനെ പിടിക്കുക, എന്നിട്ടോ 33 വട്ടം സുബ്ഹാനല്ലാഹ്, 33 വട്ടം അൽഹംദുലില്ലാഹ്, പിന്നെ 34 തവണ അല്ലാഹു അക്ബർ. അതെല്ലാ രാത്രിയിലും അതോതലാണ്, ആ ദിക്ർ ചെല്ലലാണ്. ഖൈറുൽ ലകുമാ മിൻ ഖാദിം, അതാണ് ഒരു വേലക്കാരനെ നിർത്തുന്നതിനേക്കാൾ നിങ്ങൾക്ക് നല്ലത് എന്ന് ഹബീബായ റസൂലുള്ളാഹി. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, തന്റെ മകൾ ഈ വിഷയത്തിൽ വളരെ ബുദ്ധിമുട്ടിയിട്ട് പോലും ആ വിഷയത്തിൽ ഭർത്തൃ വീട്ടിലെ ഒരു ബുദ്ധിമുട്ട് റസൂലുള്ളാഹി അംഗീകരിച്ചതേ ഇല്ല. ഇത് പറഞ്ഞിട്ട് ഫുഖഹാ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ഹദീസ് വിശദീകരിച്ചിട്ട് ഹാഫിദ് ഇബ്നു ഖയ്യിം തങ്ങൾ പറയുന്നുണ്ട്, അംറുൻ ലാ റൈബ ഫീഹി, ഇത് നിസ്സംശയം എല്ലാ കുടുംബിനികളും നടത്തേണ്ടതാണ്. വലാ യസ്യഹു തഫ്രീഖു ബൈന ശരീഫത്തിൻ വദനിയത്തിൻ വഫഖീറത്തിൻ വഗനിയത്തിൻ. മുതലാളി പാവപ്പെട്ടവര്, ബീവി പാവപ്പെട്ടവള് എന്ന നാടൻ എന്ന വ്യത്യാസമൊന്നും ഈ വിഷയത്തിൽ ഇല്ല. ഫഹാദാ അഷ്റഫു നിസാഇൽ ആലമീൻ, ഈ ലോകത്തെ ഏറ്റവും നല്ല പെണ്ണാണ് ഈ കർമ്മം നിർവഹിച്ചിട്ടുള്ളത്. വീട്ടിൽ പണിയെടുത്തിട്ട് കൈ പൊട്ടിപ്പോയി. അതുകൊണ്ട് പെണ്ണുങ്ങൾ വീട്ടിലെ കർമ്മം മുഴുവനും നിർവഹിക്കേണ്ടത് ആര് തന്നെയാണ്. എന്നാൽ നേരത്തെ ഇന്നലെ പറഞ്ഞതുപോലെ യുഫ്ലി സൗബഹു വയഹ്ലിബു ശാതഹു വയഖ്സിഫു നഅലഹു വയഖുമു ബൈതഹു എന്ന കാര്യങ്ങൾക്ക് ആര് സഹകരിക്കാം? ഭർത്താവൻ സഹകരിക്കാം. ഇനി അവൻ സഹകരിച്ചാലും അവൻ സഹകരിച്ചില്ലെങ്കിലും ഈ കർമ്മം നിർവഹിക്കേണ്ടത് ആരു തന്നെ? പെണ്ണെന്നെ. പിന്നെ പെണ്ണിന്റെ മറ്റൊരു കടമ, ആവശ്യങ്ങൾ കൂട്ടിപ്പറയാൻ പാടില്ല. ആവശ്യങ്ങൾ എപ്പോഴും കുറക്കുക. എത്ര കിട്ടിയാലും അത് മതിയാവുമല്ലോ എന്ന് പറയാ. എന്താണെങ്കിലും فإني رأيت الحب في القلب والآذى إذا اجتمع لم يلبث الحب يذهب. ഒരു കവി പാടി, പെണ്ണ് ആവശ്യം കൂട്ടുന്നതിനനുസരിച്ച് സ്നേഹം ആണിൻ്റെത് നഷ്ടപ്പെട്ടു പോകും. അല്ലെങ്കിലും വഖനാ ബിതർക്കിൽ മുസ്താഹാ വൽ ഫാഖിരി മിമ്മ തുഅമിൻ വമലാബിസിൻ വമനാസില. ആവശ്യങ്ങൾ ചുരുക്കുക പെണ്ണുങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആവശ്യങ്ങൾ ചുരുക്കുക. ഹബീബായ റസൂലുള്ളാഹി കേട്ടോളൂ ആണുങ്ങളെ കേട്ടോളൂ. നിങ്ങൾക്ക് മറക്കണ്ട, ഇതൊക്കെ പറഞ്ഞു കൊടുക്ക. നിങ്ങൾ അന്ന് വിട്ട് ഇരിക്കണ്ട, നിങ്ങളാണ് ഓർക്കേണ്ടത്. ഹബീബായ നബി പറഞ്ഞു, ഏറ്റവും ചെലവ് കുറക്കുന്ന പെണ്ണാണ് ഏറ്റവും ബറക്കത്തുള്ള പെണ്ണ്. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, നസായി ഹദീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു, പരമാവധി ആ പെണ്ണ് എന്ത് ചെയ്യും? ചെലവ് ചുരുക്കും. പരമാവധി. ഭർത്താവ് അങ്ങാടി പോവാണെങ്കിൽ തന്നെ അവൾ പറയും, നിങ്ങൾ കണ്ടത് മുഴുവനും കൂടി വാങ്ങി കൂട്ടണ്ട. അങ്ങനെ പറയുന്നവരില്ലേ? ഉണ്ട്. ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ നേരത്തോടെ വന്നിരിക്കാൻ കഴിഞ്ഞത്. ഇല്ലെങ്കിൽ തല പൊളിഞ്ഞാലും നിങ്ങൾക്കൊരു സമാധാനം കിട്ടൂല, എത്ര കൊണ്ടേ കുടിച്ചാലും. ഇവിടെ കുറച്ചൊക്കെ വന്നിരിക്കാൻ കഴിയുന്നത് അങ്ങനത്തെ പെണ്ണുങ്ങൾ ഉള്ളത് കൊണ്ടാണ്.
പെണ്ണുങ്ങളിൽ ഏറ്റവും ബറക്കത്തുള്ള ആളുകൾ ഐസറുഹുന്ന മുഊന, ഏറ്റവും ചെലവ് ചുരുക്കി ചെലവ് ചെയ്യുന്ന പെണ്ണുങ്ങളാണ് ഏറ്റവും. ചില പെണ്ണുങ്ങൾ അങ്ങനെയാണ്, കുറഞ്ഞ ചെലവുമ്മേൽ ഭക്ഷണം ഉണ്ടാക്കിയാൽ നല്ല ഭക്ഷണം ഉണ്ടാക്കും. എത്ര അനുഭവവേദ്യമാകും ഭക്ഷണം എന്നറിയോ? അല്ലെങ്കിൽ ഭക്ഷണത്തിനൊക്കെ കൈപ്പൊരുത്താണ്. കുറഞ്ഞ ചെലവ് കൊണ്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കും. എന്നാലോ വല്ലാതെ ചെലവാകും, ഭക്ഷണം മര്യാദക്ക് കഴിക്കാൻ കഴിയില്ല. കുറെ നെയ്യുണ്ട്, കുറെ തേങ്ങ അരച്ചു, പക്ഷെ ഒരു ലേശം ഉപ്പ് കൂടിയാൽ മതി. യാ അല്ലാഹ്, ഇയാൾക്കാട്ടെ കഴിഞ്ഞ ആഴ്ച തന്നെ BP കൂടുതലുമാണ്. അല്ല, ഈ സാഹചര്യത്തിൽ കുറച്ച് ഉപ്പും കൂടി കയറ്റിയാല് എന്താകും ഇയാളുടെ സാഹചര്യം? എങ്കിൽ നോക്കൂ നിങ്ങൾ, ചില ആളുകൾ അങ്ങനെ കുറഞ്ഞ ചെലവുകൊണ്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കും. കുറഞ്ഞ ചെലവുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കും, എന്നാലോ നല്ല ഭക്ഷണമായിരിക്കും. അല്ലെങ്കിലും ഭക്ഷണങ്ങൾ നാട് സംബന്ധിയാണെന്നും വ്യക്തി സംബന്ധിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്, ഓരോ നാട്ടിലും ഓരോ സ്വഭാവമാണ്, ഓരോ നാട്ടിലെ ഭക്ഷണത്തിന് ഓരോ രീതിയാണ്. ചില നാട്ടിലെ പെണ്ണുങ്ങൾക്ക് വല്ലാത്ത കൈപ്പൊരുത്താണ്. അത് ആ വിഷയത്തിൽ മലപ്പുറം ജില്ലക്കാർ ഏറ്റവും മേലെ എന്നാണ് ഞാൻ കോഴിക്കോടിനേക്കാൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്, കോഴിക്കോട് ജില്ലയേക്കാൾ ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ കുറഞ്ഞ ചെലവ് കൊണ്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കും. അതൊക്കെ ചില കൈപ്പൊരുത്തങ്ങളാണ്. എങ്ങനെ ആ ബർക്കത്ത് കിട്ടിയെന്ന് എനിക്കറിയില്ല, കൈപ്പൊരുത്താണ്. അല്ല, ഞാൻ ചിന്തിക്കാൻ, ഞാൻ കാസർഗോഡ് എല്ലാം ഞാൻ കാണാറുണ്ടല്ലോ. പക്ഷെ ചില ഭക്ഷണ രീതികൾ വലിയ ചെലവൊന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ല കൈപ്പൊരുത്തം ഉണ്ടാവും. അതൊന്ന് പഠിക്കണം പെണ്ണുങ്ങൾ. കൈപ്പൊരുത്തം വന്നു കഴിഞ്ഞാൽ നല്ലതാണ്. ഐസറുന്ന മൂന, ചെലവൊക്കെ വളരെ ചുരുങ്ങിയിരിക്കും, പക്ഷെ നല്ല ഭക്ഷണം ഉണ്ടാവും. ലാ യൻളുറുല്ലാഹ്, ചില പെണ്ണുങ്ങളുണ്ട് എപ്പോഴും ഇങ്ങനെ ശിക്കായത്ത് പറയും, അത് കുറഞ്ഞു ഇത് കുറഞ്ഞു എന്ന്. എപ്പോഴും ഇയാൾക്ക് ഓടുന്ന പണി മാത്രമേ ഉണ്ടാവൂ. ഏത് നേരവും ഒന്നുണ്ടെങ്കിൽ അവസാനം ഒരു പപ്പടത്തിന് വേണ്ടിയെങ്കിലും ഒന്ന് ഓടിക്കും ഭർത്താവിനെ. ഒരു വട്ടെങ്കിലും ഭർത്താവിനെ ഓടിച്ചിട്ടില്ലെങ്കിൽ റാഹത്താവൂല മൂപ്പത്തിക്ക്. ഇങ്ങനത്തെ ചില സ്വഭാവമുള്ള സ്ത്രീകളുണ്ട്. ഇതൊക്കെ വളരെ മോശപ്പെട്ട സ്വഭാവമാണ്. അൻ അബ്ദുല്ലാഹി ഇബ്നു അംറിൻ ഖാല ഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യൻളുറുല്ലാഹ അല്ലാഹു തബാറക വതആല ഇലാ ഇംറഅത്തിൻ ലാ തശ്കുറു ലിസൗജിഹാ. കൊണ്ടുവന്നത് നന്ദിയോട് സ്വീകരിക്കാത്ത ഒരു പെണ്ണിനും അല്ലാഹു തആല അന്ത്യനാളിൽ റഹ്മത്ത് കൊണ്ട് നോക്കുകയില്ല. ചിന്തിക്കുക, വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. വെറുതെ ഒരു ഭാര്യയാകണ്ട. ഇത് വെറുതെ ഒരു ഭാര്യയല്ല, ഇത് നല്ല ഭാര്യയാണ്. അങ്ങനെ പറയണ്ട. ആരോ എന്നോട് പറഞ്ഞു, വെറുതെ ഒരു ഭാര്യ എന്നും എവിടെ എഴുതി കാണുന്നുണ്ടല്ലോ എന്ന്. ഇന്ന് എന്നോടൊരാൾ പറഞ്ഞു, വെറുതെ ഒരു ഭാര്യ എന്ന് എഴുതി കാണുന്നുണ്ടല്ലോ എന്ന്. ഇത് വെറുതെ ഒരു ഭാര്യയല്ല, അതൊക്കെ ഭാര്യയെ വെറുതെ ആക്കുന്നതാണ് എന്ന്. അല്ലെങ്കിൽ എന്റെ ഭാര്യ വെറുതെ പോകുന്നതാണ്, അതൊക്കെയാണ് ആ സാധനങ്ങൾ. ഇത് നല്ല ഭാര്യയാണ്. ഇതാ നല്ല ഭാര്യ. എന്ത് കൊണ്ടുപോയി കൊടുത്താലും തൃപ്തിപ്പെടുത്തും. ചില പെണ്ണുങ്ങൾ അങ്ങനെ ഉണ്ട് കേട്ടോ. ഇനി കുട്ടികൾ വല്ലാതെ ബാപ്പമാരോട് ആവശ്യം പറയുകയാണെങ്കിൽ ദേഷ്യപ്പെടും. പന ബുദ്ധിമുട്ടാക്കരുത് അങ്ങനെ പറയുന്നവരുണ്ട്. പന പനോട് പറയേണ്ടത് ഇപ്പഴ പറയാം, അതിപ്പോ നിങ്ങൾക്ക് ആവശ്യമല്ല. ഭർത്താവിന്റെ കയ്യിൽ പണമുണ്ടാവും, ഭർത്താവിന് വാങ്ങിക്കൊടുക്കാൻ കരുത്തുണ്ടാവും. വാങ്ങിക്കൊടുക്കണമെന്ന് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കേണ്ടത് ഭർത്താവിന് തോന്നുകയും ചെയ്യും. പക്ഷേ ഭാര്യ പറയും, വേണ്ട വേണ്ട, അതിന്റെ സമയമാകുമ്പോൾ ഞാൻ പറയാം, ഇപ്പൊ വേണ്ട എന്ന്. എന്തിന്? ഭർത്താവിന് പരമാവധി ബുദ്ധിമുട്ട് കുറക്കുക. ധാരാളമുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഈ മഴ പെയ്യുന്നത്. അങ്ങനെയുള്ള പെണ്ണുങ്ങളൊക്കെ ഉണ്ട് നാട്ടിൽ, ഉണ്ട്. നല്ല അങ്ങനത്തെ പെണ്ണുങ്ങളൊക്കെ ഉണ്ട് നാട്ടിൽ, ഉണ്ട്. അല്ലാഹു തആല നല്ല ബോധമുള്ളവരെ നിലനിർത്തട്ടെ. അതൊരു സ്നേഹമാണത്, വല്ലാത്തൊരു സ്നേഹം. ഹദീത്ത് പറയട്ടെ. ഞാൻ ഹബീബായ റസൂലുള്ള പറഞ്ഞു, ഞാൻ നരകത്തിലേക്ക് നോക്കി, അക്തറു അഹ്ലിഹൻ നിസാ, അതിൽ കൂടുതലും ആരാണ് പറഞ്ഞത് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഹദീസാ, ബുഖാരിയിലുണ്ട് ഹദീസ്, സ്വഹീഹുൽ ബുഖാരി, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ ഹദീസാണ്, പ്രധാനമാണ്. ശ്രദ്ധിക്കുക നിങ്ങൾ. ഹബീബായ നബി പറഞ്ഞു, ഞാൻ നരകത്തിലേക്ക് നോക്കി, അവിടെ കൂടുതലും ഉള്ളത് പെണ്ണുങ്ങളെയാണ്. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, ബിമാദാ യാ റസൂലല്ലാഹ്, എന്താ നബിയെ പെണ്ണുങ്ങൾ കൂടുതൽ നരകത്തിലെത്തിയത്? ഖാലൻ നബിയു, അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ബികുഫ്രിഹിന്ന ബികുഫ്രിഹിന്ന ബികുഫ്രിഹിന്ന, അവരെ കുഫ്ർ കൊണ്ട് തന്നെ അവർ നരകത്തിലെത്തി. അപ്പോൾ സ്വഹാബികൾ ബേജാറായി, യക്ഫുർനല്ലാഹ്, ഈ പെണ്ണുങ്ങളൊക്കെ അള്ളാഹിനെ കൊണ്ട് കാഫിറാകുമോ നബിയെ? ഇല്ല, മുസ്ലിം പെണ്ണുങ്ങൾ അള്ളാഹിനെ കൊണ്ട് കാഫിറാകുമെന്നാണോ നബിയെ? മനസ്സിലായില്ലേ? പെണ്ണുങ്ങൾ ഏറിയ കുറും എവിടെയാണ്? നരകത്തില. എന്തുകൊണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ബി കുഫ്രിഹിന്ന, അവരെ കുഫ്റാണ് കാരണം.
അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, യക്ഫുർനല്ലാ, അവർ അള്ളാഹനെ നിഷേധിച്ച് കാഫിറാവുമോ നബിയെ? ഇല്ല. വലാകിൻ യക്ഫുർനൽ ആശിറ, അവരാരെയാ നിഷേധിക്കുക? അള്ളാഹനെയല്ലേ നിഷേധിക്കുക. ആരെയാ നിഷേധിക്കുക? ഭർത്താവിനെ നിഷേധിക്കുക. ഇദാ അഹ്സൻത ഇലാ ഇംറാത്തിൻ അദ്ദഹ്റ കുല്ലഹു, കാലാകാലം ഒരു പെണ്ണിന് ഒരാൾ നല്ലത് ചെയ്തു കൊടുത്തു, ഫൈന റഅത് മിൻക ശൈഅൻ തക്റഹു, പിന്നെ അവൾക്ക് വെറുപ്പുള്ള ഒരു കാര്യം നീ ചെയ്താൽ, ഫതഖൂലു, അപ്പോൾ അവൾ പറയും, മാ റഅയ്തു മിൻക ഖൈറാ, മാ റഅയ്തു മിൻക ഖൈറാ, നിങ്ങളെ ഭാര്യയായിട്ട് ഒരു സുഖം എന്റെ ജീവിതത്തിൽ ഉണ്ടായിടനില്ല. ഇതാണ് പെണ്ണ് നരകത്തിലെത്താൻ കാരണമെന്ന് ഹബീബായ നബി സഹീഹുൽ ബുഖാരി. മനസ്സിലായോ? ഇത് പറയുന്നവരില്ലേ, ചിന്തിക്കണം. നിങ്ങൾ ഒറ്റയടിക്കാൻ നിഷേധിക്കും. ആര് നിസ്കരിക്കണവര് നിസ്കരിക്കും, നിസ്കാരപ്പായം മടക്കി വെക്കാതെ നിസ്കരിക്കും, ദിക്ർ ചൊല്ലും, ഖുർആനോടും. നിങ്ങളെ നിങ്ങളെ പെണ്ണുങ്ങളായിട്ട് ഒരു സുഖം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് തന്നെ ഇല്ല. പിന്നെ പറയാളൊക്കെ പറയും, ആ പെണ്ണിന് സ്വർഗത്തിന്റെ വാസനയില്ല. ഹബീബാ റസൂലുള്ള പറഞ്ഞു, ഹബീബാ റസൂലുള്ള പറഞ്ഞു, നല്ലോണം പേടിച്ചോളൂ. സ്വഹാബികൾ പേടിച്ചു. അവർ അള്ളാനെ ശരിക്കും നബിയല്ല, അള്ളാനെ അല്ല നിഷേധിക്കുക. ഭർത്താക്കന്മാരെ നിഷേധിക്കും. ലൗ അഹ്സൻത ദഹ്റ കുല്ലഹു, ആയുസ് മുഴുവനും തെണ്ടിച്ചധ്വാനിച്ച് പോറ്റിയാലും ഇഷ്ടമില്ലാത്തൊരു ഒരു കാര്യം കണ്ടാൽ ഉടനെ പറയും, മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു, നിങ്ങളെ ഭാര്യയായിട്ട് ജീവിതത്തിൽ എനിക്കൊരു ഉപകാരം സുഖം ഉണ്ടായിടനില്ല എന്ന് പറയും. ഇത് മതി അവളെ നരകത്തിലെത്തിക്കാൻ എന്ന് ഹബീബായ നബി നല്ലോണം കേട്ടുകൊണ്ട് നല്ലോണം പേടിച്ചോളൂ. നല്ല പെണ്ണുങ്ങൾക്ക് വരെയുള്ള സോക്കടത്. ഈ സോക്കട് നല്ല പെണ്ണുങ്ങൾക്കുണ്ട്. അഥവാ നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾ, നോമ്പൊൽക്കുന്ന പെണ്ണുങ്ങൾ, പിന്നെ എങ്ങനെ പെണ്ണ് നരകത്തിലെത്തി? പിന്നെ എങ്ങനെ പെണ്ണ് നരകത്തിലെത്തി? പിന്നെ വളരെ ചിന്തിക്കണം. അതുകൊണ്ടാണ് ഹബീബ ലാ യൻളുറുല്ലാഹ് ഇലാ ഇംറാത്തിൻ ലാ തശ്കുറു ലിസൗജിഹാ, ഭർത്താവിനെ നന്ദിയോടെ സ്വീകരിക്കാത്ത ഒരു പെണ്ണിനെയും അല്ലാഹു തആല അന്ത്യനാളിൽ റഹ്മത്തിന്റെ നോട്ടം നോക്കുകയില്ല. ആ പെണ്ണിന് അല്ലാഹു തആല റഹ്മത്ത് കൊടുക്കില്ല. റഹ്മത്തിന് നോട്ടം നോക്കില്ല എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗമില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് ഭർത്താവിനെ എതിര് പറഞ്ഞതാണ് പെണ്ണിനെ കൂടുതൽ നരകത്തിലെത്തിക്കുന്ന കാര്യം. അതാണ് ഹബീബാ റസൂലുള്ള പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, ഇതാണ് ഏറ്റവും വലിയ കാര്യം. ഭർത്താവിനെ നിസ്സാരമാക്കുക, ഭർത്താവിനെ നന്ദികെട്ടിലാക്കുക. എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ പേരിൽ അതിന് ചിലപ്പോൾ വേറെ ആളുകൾ കൂട്ടിക്കൊടുക്കുകയും ചെയ്യുക. ഭർത്താവ് പെണ്ണിന് തന്നെ ഗ്യാങ് ഉണ്ടാവും. ഒരു പെണ്ണിനെ മോശമാക്കാൻ ആ സൊസൈറ്റിയിലെ വേറെ പെണ്ണുങ്ങൾ ഉണ്ടാകും. അപ്പോൾ പിന്നെ നീ ഇങ്ങനെ ചെയ്താ നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. നമ്മൾ വിട്ടുകൊടുത്താ പിന്നെ നമ്മള് ഒന്നുമല്ലാതെയോ എന്ന് പറഞ്ഞത് തിരികെ എത്തുന്നത് ആരാവും? വേറെ പെണ്ണ്. ഇത് അബൂദാവൂദ് കുറച്ച് ഞാൻ മെനക്കെട്ടുണ്ട് കിട്ടാൻ. കുറച്ച് ഉറക്കം ഒഴിവാക്കി സാധനം കിട്ടി. കേട്ടോളൂ. ഭർത്താവിന്റെ കൂടെ താമസിക്കുന്ന ഒരു പെണ്ണിനെ ഏതെങ്കിലും മറ്റ് പെണ്ണുങ്ങൾ ഫിത്നയിലാക്കിയാൽ ഫലൈസ മിന്നാ, അവൾ എന്നിൽപ്പെട്ടവളല്ല. ഹബീബാ റസൂലുള്ള പറഞ്ഞു, ഭർത്താവിനോട് സഹകരിക്കാൻ വേണ്ടിയാണ് പരമാവധി പ്രേരിപ്പിക്കുന്നത്. ഭർത്താവിൽ നിന്ന് ആ പെണ്ണിനെ അകറ്റാൻ ഏതെങ്കിലും പെണ്ണുങ്ങൾ തിരികെറ്റുന്നുണ്ടെങ്കിൽ ആളുകളുടെ ഈമാൻ അതുവഴി നഷ്ടപ്പെടും എന്ന് ഹബീബാ റസൂലുള്ളാഹി. ശ്രദ്ധിക്കുക, ഇതൊക്കെ പെണ്ണുങ്ങളുടെ രീതിയാ. ഇതൊക്കെ നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന രീതിയാ. മുഅ്മിനീങ്ങളെ, അതോടുകൂടെ പെണ്ണിന്റെ മറ്റൊരു കാര്യം ദാരിദ്ര്യത്തിൽ സഹകരിക്കുക. ദാരിദ്ര്യത്തിൽ സഹകരിക്കുക ഇതാണ് പ്രധാനപ്പെട്ട. ഹബീബ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, കുന്ന ആലു മുഹമ്മദിൻ നറൽ ഹിലാല സുമ്മൽ ഹിലാല സുമ്മൽ ഹിലാല ശഹ്റൈനി മുതതാബിഈൻ. ഞങ്ങൾ നബി കുടുംബം 2 മാസമൊന്നും വീട്ടിൽ തീ കത്തിക്കുകയില്ല. എത്ര 2 മാസം. നറൽ ഹിലാല സുമ്മൽ ഹിലാല സുമ്മൽ ഹിലൈന ഹിലാല ശഹ്റൈനി മുതതാബിഈൻ. 2 മാസം
2 മാസം വീട്ടിൽ തീ കത്തിക്കൊയില്ല. നിങ്ങൾ വിചാരിക്കും ഫാസ്റ്റ് ഫുഡ് വരുത്തിയിട്ടുണ്ടാവും. ഫാസ്റ്റ് ഫുഡ് അല്ല, അതും അന്നില്ല. എന്തേ തീ കത്തിക്കാനും അടുപ്പിൽ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇത് പറയുന്നത് കേട്ടപ്പോൾ സഹാബികൾ പൊട്ടി കരഞ്ഞു. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഞങ്ങൾ ഒരു സഹകരണം, മനസ്സിലായില്ലേ? പിന്നെ എങ്ങനെ ഉമ്മ ജീവിച്ചിരുന്നത്? അപ്പോൾ പറഞ്ഞു ഇടക്കളെ ഞങ്ങൾക്ക് എവിടുന്നെങ്കിലും കുറച്ച് കാരക്ക കിട്ടും. ആ കാരക്ക ഞങ്ങൾ കഴിക്കും. അതിന്റെ പുറത്തെ കുറച്ച് ചോലവെള്ളം കുടിക്കും. അത് മതി. അങ്ങനെ എത്ര മാസം? 2 മാസം. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി അടക്കമുള്ള ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ ബീവി പറയുന്നത്, ദാരിദ്ര്യത്തിൽ സഹകരിക്കുന്നവളാണ് നല്ല പെണ്ണ്. കണ്ടറിയാ. പെരുന്നാൾ നമ്മൾ കഴിഞ്ഞ പെരുന്നാൾ എടുത്തിട്ടുണ്ടല്ലോ, എന്തിനാ ഈ പെരുന്നാളിന്? ഈ പെരുന്നാൾ നമുക്ക് വേണ്ട എന്ന്. കാരണം പുതിയാപ്പിള കയ്യില് ഒന്നുമില്ല. എന്നെ കണ്ടറിയാ. അവൾ സഹകരിക്കുക, കാര്യങ്ങളോടൊക്കെ സഹകരിച്ചു കൊടുക്കുക. അവൾ വീട്ടിൽ അവൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വസ്ത്രങ്ങൾ തുന്നാനോ മറ്റോ കഴിയും. തൽക്കാലം ഭർത്താവിനെ കൊണ്ട് തുന്നുന്ന ഒരു മെഷീനെങ്കിലും വാങ്ങിച്ച് സഹകരിച്ചു കൊടുക്കുക. കുടുംബത്തിൽ ഊട്ടേറ്റി കൊടുക്കുക. പുറത്തൊന്നും തൊഴിലിന് പോണ്ടെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ, ഇത്തരം കാര്യത്തിൽ ഭർത്താവിനോട് സഹകരിക്കുകയും ഭർത്താവിന്റെ പോക്കറ്റിലില്ല എന്നുള്ള കാര്യത്തെ അറിയുകയും ചെയ്യുക. ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ, ആ പെണ്ണുങ്ങൾക്കൊക്കെ അല്ലാഹുവിന്റെ പ്രത്യേകമായ ഗുഫ്റാൻ ഉണ്ടാകും. ദാരിദ്ര്യത്തിൽ സഹകരിക്കുക. നോക്കൂ നിങ്ങൾ, രണ്ട് കുട്ടികളെയും കൊണ്ട് എന്റെ വീട്ടിലേക്ക് ഒരു പെണ്ണ് വന്നു. ശ്രദ്ധിക്കട്ടെ, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം. എന്റെ വീട്ടിലേക്ക് 2 പെൺകുട്ടികളെയും കൊണ്ട് ഒരു ഉമ്മ കയറി വന്നു. ഒരു മിസ്കീനത്തായ ഉമ്മ കയറി വന്നു. ശ്രദ്ധിക്കൂ. അപ്പോൾ ഞാൻ ആ ഉമ്മക്ക് മനസ്സിലായില്ലേ പറഞ്ഞത്? വീട്ടിലേക്ക് 2 പെൺകുട്ടികളെയും കൊണ്ട് ഒരു ഉമ്മ വന്നു, ഒരു മിസ്കീനത്തായ ഉമ്മ വന്നു. അപ്പോൾ ഞാൻ അവർക്ക് 3 കാരക്ക കൊടുത്തു. വീട്ടിലൊന്നുമില്ല. ആര് പറയാ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ 3 കാരക്ക കൊടുത്തപ്പോൾ അതെന്ത് ചെയ്തു? ഓരോ കുട്ടിക്കും ഓരോ കാരക്ക കൊടുത്തു. ഇനി എത്ര ഉണ്ട്? 1. ആ ഉമ്മ ആ കാരക്ക, ഒറ്റ കാരക്കയുള്ളൂ, കുട്ടികൾക്ക് ഓരോന്ന് കൊടുത്ത് ഉമ്മ ഇത് കഴിക്കാൻ ഒരുങ്ങിയപ്പോൾ, ഒരു കാരക്കയല്ലേ, എത്ര വലിയ ദാരിദ്ര്യം ഉണ്ടാവും ആ സാഹചര്യത്തിൽ. അപ്പോൾ ആ പെണ്ണത് ഉമ്മയത് വായിലേക്ക് ഉയർത്തിയിട്ടേ ഉള്ളൂ. പെൺകുട്ടികൾ കൈ ഉയർത്തി. ഉമ്മ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് കൈ ഉയർത്തി ആ കാരക്കയിലേക്ക്. വായിലേക്ക് കൊണ്ടുപോയ ഈ കാരക്ക ഈ പെണ്ണ് 2 കഷ്ണാക്കിയിട്ട് ഈ 2 പെൺകുട്ടിയെ കൊടുത്തു. എന്നിട്ട് ഈ പെണ്ണ് കഴിച്ചില്ല. ഇന്നത് വല്ലാണ്ട് വേദനിപ്പിച്ചു. ആര് പറയാ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അത് കഴിഞ്ഞ് ഹബീബായ റസൂലുള്ളാഹി കയറി വന്നു. ഞാൻ മുസ്തഫ നബിയോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗം ആ പെണ്ണിന്, ഈ ദാരിദ്ര്യം ഏറ്റെടുത്തത് കൊണ്ട് ആ പെണ്ണിന് സ്വർഗം നിർബന്ധമായി. അഥവാ നോക്കൂ നിങ്ങൾ, ഇവിടെ നമ്മൾ ചിന്തിക്കണം. ഉമ്മയുടെ ചില ഉമ്മമാരുടെ കടമകൾ, കർത്തവ്യങ്ങൾ, ദാരിദ്ര്യത്തിലുള്ള സഹകരണങ്ങൾ, മക്കളെ പോറ്റുന്ന രീതികൾ, ഏത് മടിയാകും അവർക്ക് സ്വർഗത്തിന് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ സഹകരണം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഹബീബായ റസൂലുള്ളാഹിന്റെ ഭാര്യമാര് അറിയില്ലേ, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹിന്റെ വീട്ടിൽ വന്നു. മനസ്സിലായി ഇന്ന് ആരും അവിടെ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്തു? വീട്ടിന്റെ ഉള്ളിൽ നോക്കി പരിശോധിച്ച് ഒരു ഉണക്കറൊട്ടി കിട്ടി വീട്ടിന്റെ ഉള്ളിൽ നിന്ന്. ആ ഉണക്കറൊട്ടി എടുത്തുകൊണ്ട് വന്നിട്ട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് പൊട്ടിക്കരഞ്ഞു പോയി. വല്ലാതെ പൊട്ടിക്കരഞ്ഞു. റസൂലുള്ളാഹി എന്റെ കരയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കിസ്റയുടെയും കൊട്ടാരത്തിൽ ഞാൻ പോയിരിക്കുന്നു. അവർക്കൊക്കെ അല്ലാഹു എത്ര വലിയ സുഖം നൽകുന്നു. നബിയെ, അങ്ങയും അങ്ങയുടെ മക്കൾ, ഭാര്യമാര്, അവർ ഇവിടെ രാത്രിയും പട്ടിണി, പകലും പട്ടിണി.
അപ്പോൾ ഹബീബ് പറഞ്ഞു അവർക്ക് ദുനിയാവും നമുക്ക് ആഖിറവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവർക്ക് ദുനിയാവും നമുക്ക് ആഖിറവും എന്ന് പറഞ്ഞു ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഭാര്യമാര് ദാരിദ്ര്യത്തിൽ സഹകരിക്കുക മാത്രമല്ല, അയാളെ ത്വാഖത്തിനപ്പുറം ബുദ്ധിമുട്ടാക്കിയാൽ ലാ തുദി ഇംറാത്തുൻ ഫിദ് ദുനിയാ ഇല്ലാ ഖാലത് സൗജതുഹു മിനൽ ഹൂറിൽ ഐൻ. ഒരു പെണ്ണ് തന്റെ ഭർത്താവിന് വല്ലാതെ കാര്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടാക്കും. അത് കൊണ്ടുവരി, ഇത് കൊണ്ടുവരി. അയാളെ കഷ്ടപ്പെടുത്തിയാൽ ഹൂറിൽ ഉടനെ പറയും ലാ തുദി, പെണ്ണെ നീ അയാളെ ബുദ്ധിമുട്ടാക്കരുത്. ആ പാവം നിന്റെ അടുക്കൽ പെട്ടു എന്നാണ്. എന്നാൽ നിന്റെ പുതിയാപ്പളയാണത്. മനസ്സിലായില്ല നിങ്ങൾക്ക്? മനസ്സിലായോ? ഒരു മുഅ്മിനായ മനുഷ്യന് ഇല്ലാത്ത ആവശ്യം പറഞ്ഞിട്ട് ബുദ്ധിമുട്ടാക്കാണ് ഭാര്യ എങ്കിൽ അപ്പോൾ ഹൂറുൽ ഈങ്ങൾ സ്വർഗത്തിൽ വെച്ച് എന്ത് പറയും? ഈ ഹദീസ് തുർമുദിയും ഇബ്നു മാജയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉടനെ നിങ്ങൾ മനസ്സിലാക്കണില്ലേ? സ്വർഗത്തിൽ ഹൂറുൽ പറയും അയാളെ ബുദ്ധിമുട്ടാക്കല്ല പെണ്ണെ, അത് ഇന്റെ പുതിയാപ്പളയാണ്. നിനക്ക് കുറച്ച് കാലേ ഉള്ളൂ, കൂടുതൽ കാലം എനിക്കാണ്. ഇന്റെ പുതിയാപ്പളയെ ബുദ്ധിമുട്ടാക്കല്ലേ എന്ന് ആര് പറയും? ഹൂറുൽ പറയും എന്നെ സ്വലാത്തുള്ള സലാമുള്ള അലാ ത്വാഹ റസൂലില്ലാ. ഇനിയാണ് കഥ. ഒരു ഹദീസ് കേട്ടോ, സ്ഥിരം പെണ്ണുങ്ങളെ പല്ലവി. നിങ്ങൾ എന്നെ തൊലാക്കണം എന്നാള് എന്ന്. ഇത് സ്ഥിരം പരിപാടിയാ. സ്ഥിരം നിസ്കരിക്കുന്ന നോമ്പ് വിൽക്കുന്ന പെണ്ണുങ്ങളെ പരിപാടിയാ. ഒരു ദേഷ്യം വന്നാ എന്ത് പറയാ? അങ്ങനെ ഒഴിവാക്കാളി നിങ്ങൾ എന്റെ തൊലാക്കുന്നാൾ. അയ്യുമമ്രാത്തിൻ, തൊലാക്കൊക്കെ അയാൾ തരാം തരാതിരിക്കാം, നിനക്കല്ലാന്റെ സ്വർഗം ഉണ്ടെന്ന് വിചാരിക്കണ്ട. ഒരു പെണ്ണ് ശറഈയായ ആവശ്യമില്ലാതെ ഭർത്താവിനോട് തൊലാക്ക് ചോദിച്ചാൽ ശറഈയായ ആവശ്യം, അവന്റെ കള്ളുകുടി കൊണ്ട് കുടുങ്ങി, അവന്റെ ചീട്ടുകളി കൊണ്ടും ചൂതാട്ടം കൊണ്ടും കുടുങ്ങി. മനസ്സിലാവണില്ലേ പറഞ്ഞത്? വ്യഭിചാരി. നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ പറഞ്ഞത്? ഇങ്ങനെ നിസ്കരിക്കാത്തോനെ എത്ര പറഞ്ഞാലും എന്താവൂല, നിസ്കരിക്കൂല. എന്നിട്ട് രാത്രി ഞാൻ വഴിപ്പെട്ട് കൊടുക്കും വേണം, ഒന്ന് നിസ്കരിക്കാത്ത നമുക്ക്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം. മനസ്സിലായില്ലേ? ശറഈയായ, മനസ്സിലാവണില്ലേ പറഞ്ഞത്? ശറഈയായ ആവശ്യത്തിനല്ലാതെ ഒരു പെണ്ണ് ഭർത്താവിനോട് തൊലാഖ് ആവശ്യപ്പെട്ടാൽ ഹറമ അലൈഹാ റായിഹത്തുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വാസന ആ പെണ്ണിനെ അല്ലാഹു ഹറാമാക്കുന്നതാണ്. കേട്ടോ? അയ്യുമമ്രാത്തിൻ, കേട്ടോ കേട്ടോ കേട്ടോ, അയ്യുമമ്രാത്തിൻ സഅലത് സൗജഹ ത്വലാഖ. ശറഈയായ ഒരു ആവശ്യമില്ലാതെ ഭാര്യയോ ഭർത്താവിനോട് ത്വലാഖ് ചോദിച്ചാൽ, കേട്ടോ കേട്ടോ, ഹറമ അലൈഹാ റായിഹത്തുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വാസന ആ പെണ്ണിനെ അല്ലാഹു ഹറാമാക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇനി എന്താ പറയാനുള്ളത്? ഇനി എന്താ പറയാനുള്ളത്? നിങ്ങൾ പറയും. അതുകൊണ്ട് ഭർത്താവിന് വഴിപ്പെടുക. ഭർത്താവും ഭാര്യയും കൂടിയിട്ട് ഒരു ദീനിയായ ചുറ്റുപാടിനെ വളർത്തിയെടുക്കുക, ദീനിയായ മാർഗത്തെ കൊണ്ടുവരിക. നിങ്ങൾക്ക് രണ്ടാളുണ്ടാകുന്ന മക്കളുണ്ടല്ലോ, ആ മക്കൾ ശറഈയായ മാർഗത്തിൽ വളർന്നു വരാൻ. അതേപോലെ തന്നെ പെണ്ണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരിക്കലും ഭർത്താവ് ഇഷ്ടപ്പെടാത്ത ഒരാളെ വീട്ടിൽ കയറ്റരുത്. വളരെ ശ്രദ്ധിക്കണം. അവസാനത്തെ പ്രസംഗത്തിൽ പോലും റസൂൽ പറഞ്ഞിട്ടുണ്ട്, അന്യരെ വീട്ടിൽ കയറ്റുന്നത് പെണ്ണുങ്ങളെ ശ്രദ്ധിക്കണേ. വളരെ ശ്രദ്ധിക്കുന്ന വിഷയമാണ്, വളരെ ശ്രദ്ധിക്കണം. അലാ ഇന്നലക്കും അലാ നിസായിക്കും ഹഖ്ഖാ ഫഹഖ്ഖുകും അലൈഹിന്ന അല്ലാ യുതീന ഫുർശകും മൻ തക്റഹൂന. വീട്ടിലേക്ക് ഇഷ്ടമില്ലാത്തവരെ കയറ്റരുത്. ഇത് വളരെ ശ്രദ്ധിക്കണം. പെണ്ണുങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. പെണ്ണുങ്ങൾ ഭർത്താവിന് വേണ്ടത്ര വഴിപ്പെടുകയും റബ്ബിനെ പേടിക്കുകയും വേണം. വളരെ ചിന്തിക്കണം. വീട്ടിൽ വാതിലടച്ചിരിക്കേണ്ട നേരത്ത് വാതിലടച്ചിരിക്കണം. അവളെ ബാപ്പ, അവളുടെ സഹോദരൻ പോലത്തെ ആളുകൾക്കല്ലാതെ വാതിൽ തുറക്കരുത്. വളരെ ശ്രദ്ധിക്കണം. ഫോണിൽ പോലും വല്ലാതെ നീട്ടി സംസാരിക്കരുത്. അവിടെ ഉണ്ടോ, എന്ത് മതി, ഇല്ല, കഴിഞ്ഞു. അവിടെ ഉണ്ടോ, ഇല്ല. എപ്പോഴാ വരിക അറിയൂല, അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം വരാൻ സാധ്യതയുണ്ട്. എങ്ങോട്ടാ പോയത്? അങ്ങനെ പോകുന്നു പറഞ്ഞിരുന്നു, ഒന്നും പറഞ്ഞിട്ടില്ല. ഖലാസ്, അത് കഴിഞ്ഞു. ഒന്നിരിക്കൽ ഞാൻ്റെ അടുത്ത് പോയി, അല്ല എവിടെ പോവാന്നോട്ട് പറഞ്ഞിട്ടില്ല, കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ
വഅഹുശു ബിഹാ അലാ ഗനമി വലിയ ഫീഹാ മആരിബ് ഉഖ്റാ. അത് മൂസ നബി അള്ളാഹിനോട് വർത്താനം പറഞ്ഞതാണ്. അല്ലാതെ പുറത്തുനിന്ന് ഫോൺ ചെയ്യുന്നവരോട് അത് വേണ്ട. ഈ ഫോൺ വല്ലാത്ത നാശം ഉണ്ടാക്കി. വളരെ ശ്രദ്ധിക്കണം. മൊബൈലൊക്കെ വലിയ നാശങ്ങൾ കൊണ്ടുവന്നു. അതുകൊണ്ട് റബ്ബിന് വഴിപ്പെടുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅഖ്ബല ബഅളുഹും അലാ ബഅളിൻ യതസാഅലൂൻ. ഖാലൂ ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഉ ഇന്നഹു ഹുവൽ ബർറുർ റഹീം. അർത്ഥം പറയട്ടെ. ഒറ്റ വാക്ക്. സ്വർഗത്തിൽ കയറിയാൽ നല്ല ബാപ്പ, നല്ല ഉമ്മ, അവർക്ക് നല്ല മക്കൾ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കൂടെ ഇരിക്കാൻ അള്ളാഹു സ്വർഗത്തിൽ സൗകര്യം ചെയ്തു കൊടുക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നിട്ട് പറയും ബാപ്പയും ഉമ്മയും മക്കളും സ്വർഗത്തിന്റെ ഒരു ഓരത്തെങ്ങനെ ഇരിക്കും, നല്ല സൗകര്യത്തിൽ. അപ്പോൾ അവർ തമ്മിൽ യതസാഅലൂൻ. നമ്മൾ എങ്ങനെയാ ഇവിടെത്തിയത് എന്ന് അവർ പരസ്പരം കുശലാന്വേഷണം നടത്തും. അപ്പോൾ അവൾ പറയും ഖാലു ഇന്നാ കുന്നാ ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ. നമ്മളെ കുടുംബത്തിൽ പടച്ചോനെ പേടിച്ച് ജീവിച്ചിട്ടുണ്ട്. പാപ്പ പറയും ഞാൻ കഴിഞ്ഞ രൂപത്തിൽ ഞാൻ പടച്ചോനെ പേടിച്ച്. ഉമ്മയും പറയും ഞാൻ കഴിഞ്ഞ രൂപത്തിൽ ഞാനും പടച്ചോനെ പേടിച്ച്. അപ്പോൾ കുട്ടികളും അങ്ങനെ തെർബിയത്ത് ചെയ്ത് ഇന്നാ കുന്നാ ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ. സ്വർഗത്തിലെ ഒരവസ്ഥയാണിത്. ഈ ഇരുത്തം സ്വർഗത്തിൽ ഇരിക്കണമെന്ന് പൂടിയുള്ളവരെ കുടുംബം നന്നാക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു ബാപ്പ, ഒരു ഭർത്താവ് പെട്ടെന്ന് അറ്റാക്കിൽ മരിച്ചുപോയി. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. സ്വന്തം മക്കളെയും ഭാര്യമാരെയും നരകത്തിൽ വരുന്നതിനെ തൊട്ട് സൂക്ഷിച്ചുകൊള്ളൂ എന്ന ആയത്തിറങ്ങിയപ്പോൾ ഒരു സ്വഹാബി പെട്ടെന്ന് അറ്റാക്കിൽ മരിച്ചുപോയി. അതുകൊണ്ട് ആണുങ്ങളെ പെണ്ണുങ്ങളെ സൂറത്ത് തൂറിൽ 25, 26, 27, 28 ആയത്തുകൾ ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഉ ഇന്നഹു ഹുവൽ ബർറുർ റഹീം. നമ്മൾ ഇടക്കിടക്ക് അള്ളാഹിനോട് ദ്വാർന്നിരുന്നല്ലോ. വാപ്പാന്റെ ഉമ്മാന്റെയും കടമയാണ്. നോമ്പ് തുറക്കുന്ന നേരത്തെ വാപ്പയും ഉമ്മയും എന്ത് ചെയ്യാ? വാപ്പ ദ്വാർക്ക, ഉമ്മയും മക്കളും ആമീൻ പറയാ. ഇന്നാ കുന്നാ നദ്ഉ ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഉ ഇന്നഹു ഹുവൽ ബർറുർ റഹീം. ഇങ്ങനൊരു കുടുംബ ജീവിതം നമുക്ക് കൊണ്ടുവരണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലാക്കണമേ റബ്ബേ. ഇൽമ നാഫിയാക്കണമേ റബ്ബേ. അള്ളാഹുവെ ഖുർആനിനെ സഹായിച്ചവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റബ്ബേ. അള്ളാഹുവെ ദാറുൽ ഖുർആൻ ഈ ജനങ്ങൾ വാരിക്കോരി നൽകിയിട്ടാണ് ദാറുൽ ഖുർആൻ എന്ന ഒരു സ്ഥാപനം, ഖുർആന്റെ വിളവിന് വേണ്ടി ഒരു സ്ഥാപനം നിന്റെ തൗഫീഖിനാൽ ഉണ്ടായത്. അള്ളാഹുവെ ഇനിയും അവരെ സഹായിക്കുന്നവരെ നീ സഹായിക്കണമേ തമ്പുരാനെ. സഹായിച്ചവരെയും സഹായിക്കുന്നവരെയും നീ സഹായിക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ കഴിവുള്ളവരുടെ പണപ്പെട്ടികൾ ആ നന്മയുടെ ആവശ്യത്തിലേക്ക് നീ തുറന്നു തരണമേ റബ്ബേ. ഞങ്ങൾ റമളാൻ ഖബൂലാക്കണമേ റബ്ബേ. ഖൈറിന് സഹകരിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണമേ റബ്ബേ. ഷെറിനെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ റബ്ബേ. അള്ളാഹുവെ നല്ല ഭർത്താവായി തീരാൻ ആണുങ്ങൾക്കും നല്ല ഭാര്യയായി തീരാൻ പെണ്ണുങ്ങൾക്കും റബ്ബേ നീ തൗഫീഖ് ചെയ്യണമേ തമ്പുരാനെ. നീ സഹായിക്കണമേ റബ്ബേ. ഞങ്ങളെ നാവും ഞങ്ങളെ ഒരുമിച്ച് കൂട്ടലും ഈ പ്രവർത്തനവും നിന്റെ മദദിനു വേണ്ടിയാകണമേ റബ്ബേ. അതേ വെച്ച് ചെറുപ്പക്കാരിവിടെ ഉണ്ട്, അവരുടെ ആഫിയത്തിൽ ബറക്കത്ത് ചെയ്യണമേ റബ്ബേ. അവർ ആർക്കെങ്കിലും ഓക്കാനിക്കുന്നവരാകരുത് റബ്ബേ. അവർ സമുദായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയാകണമേ തമ്പുരാനെ. നന്മയുടെ മക്കളാകണമേ റബ്ബേ. അള്ളാഹുവെ മോട്ടോർ സൈക്കിളിൽ തിരക്കിട്ട് സഞ്ചരിക്കുന്ന അനവധി ആളുകളാണ് ഈ ചെറുപ്പക്കാർ. തൊഴിലിന് വേണ്ടി, നിത്യവൃത്തിക്ക് വേണ്ടി, ഉമ്മാക്ക് കഞ്ഞി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പഠിച്ചവനെ അവർ സഞ്ചരിക്കുന്ന ആ വാഹനം നിന്റെ കയ്യിലാകണമേ തമ്പുരാനെ.
അള്ളാഹുവേ, വായുവിൽ സഞ്ചരിക്കുന്നവരെയും മഈശത്ത് തേടി ഗൾഫിൽ പോയവരുണ്ട്. വായുവിൽ സഞ്ചരിക്കുന്നവരെയും കടലിൽ സഞ്ചരിക്കുന്നവരെയും കരയിൽ സഞ്ചരിക്കുന്നവരെയും നീ കാക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, ക്യാൻസർ ഉള്ള ഒരാൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകരുതേ തമ്പുരാനെ. ക്യാൻസർ ഉള്ള ഒരാൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകരുത് റബ്ബേ ഇലാഹേ നസ്അലുക യാ അല്ലാഹ് ബിഅന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത അൽ വാഹിദ് അൽ അഹദ് അസ്സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. റബ്ബേ, ഈ സദസ്സിൽ കൂടിയ മഹാന്മാരെ ബർക്കത്തുകൊണ്ട് ക്യാൻസർ ഒഴിവാക്കി തരണമേ റബ്ബേ. ക്യാൻസർ ഒഴിവാക്കി തരണമേ റബ്ബേ. ക്യാൻസർ ഒഴിവാക്കി തരണമേ റബ്ബേ. കിഡ്നിയുടെ തകരാറിനെ തൊട്ട് കാക്കണമേ റബ്ബേ. ഹാർട്ടിന്റെ തകരാറിനെ തൊട്ട് കാക്കണമേ റബ്ബേ. പെട്ടെന്നുള്ള മരണത്തിനെ തൊട്ട് കാക്കണമേ റബ്ബേ. നിന്റെ പൊരുത്തത്തിലായി ദീർഘായുസ്സോടുകൂടി ജീവിച്ച് അനവധി നന്മ ചെയ്ത് നല്ലവരായി മരിക്കാൻ തൗഫീഖ് ചെയ്യണമേ റബ്ബേ. അള്ളാഹുവേ, രക്ഷിതാവേ, കച്ചവടക്കാരെ കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്യണമേ റബ്ബേ. ഏതൊരു കാര്യം പറഞ്ഞാലും ഒരു ഖൈറിലേക്ക് പണപ്പെട്ടി തുറക്കുന്നവരാണ് ഇവരെല്ലാം. അള്ളാഹുവേ, കച്ചവടക്കാരെ കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്യണമേ റബ്ബേ. കൃഷിക്കാരെ കൃഷിയിൽ ബറക്കത്ത് ചെയ്യണമേ റബ്ബേ. ഉൽപ്പന്നത്തിലും വിളവിലും വെള്ളത്തിലും കാലാവസ്ഥയിലും ബറക്കത്ത് ചെയ്യണമേ റബ്ബേ. അള്ളാഹുവേ തമ്പുരാനെ, കാഴ്ചയില്ലാത്ത ഒരുപാട് ആളുകൾ ഈ ക്ലാസ്സിന് പലരുമായി പല ദിവസങ്ങളും ഇന്നടക്കം വന്നിട്ടുണ്ട്. മറ്റുള്ളവരുടെ സഹായത്തോടെ കാഴ്ചയില്ലാതെ ഈ ക്ലാസ്സിന് വന്ന ഒരുപാട് സാധുക്കളായ അന്ധന്മാരുണ്ട്. റബ്ബേ, അവർക്ക് പരലോകത്ത് ഏറ്റവും ഉന്നതന്മാരായി ആരെയും മുന്നിലോടുന്ന കാഴ്ച നൽകണമേ തമ്പുരാനെ. അള്ളാഹുവേ, അവരെ ബറക്കത്ത് കൊണ്ട് അവരുടെ ചവിട്ടടിയുടെ ബറക്കത്ത് എന്തിനേക്കാളും ഉന്നതമല്ലേ റബ്ബേ. അതുകൊണ്ട് ഞങ്ങളെ ദുആഇനെ കബൂലാക്കണമേ റബ്ബേ. സ്വീകരിക്കണമേ പഠിച്ചോനെ, ഞങ്ങളെ കബൂലാക്കണമേ റബ്ബേ. അള്ളാഹുവേ, ഈ മറക്കപ്പുറം ആയിരക്കണക്കായ പെൺകുട്ടികൾ വിവാഹപ്രായം എത്തിയിട്ടുണ്ട്. പഠിച്ചവന് അനുയാജ്യരായ ഭർത്താക്കന്മാരെ നീ എളുപ്പമാക്കി കൊടുക്കണമേ റബ്ബേ. നീ എളുപ്പമാക്കണമേ റബ്ബേ. കാര്യം നീ ഏറ്റെടുക്കണമേ റബ്ബേ. അവരെ കാര്യം എളുപ്പമാക്കണമേ റബ്ബേ. അള്ളാഹുവേ, എന്റെ പുതിയാപ്പിള ഇന്നലെ പറഞ്ഞതുപോലെ ആയിരുന്നെങ്കിൽ, ആ വസ്തുവിന്റെ പുതിയാപ്പിളക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് കരുതി കണ്ണീർ കുടിക്കുന്ന അനവധി സഹോദരന്മാർ ആ മറക്കുള്ളിലുണ്ട്. പഠിച്ചവനെ, അവരുടെ കണ്ണീരിന് പരിഹാരം ഉണ്ടാക്കണമേ റബ്ബേ. അവരെ പുതിയാപ്പിളമാര് സാലിഹ്യങ്ങളാകണമേ തമ്പുരാനെ. അള്ളാഹുവേ, എന്റെ ഭാര്യയുടെ ദുസ്വഭാവം ഒന്ന് തീർന്നെങ്കിൽ, ഈ ക്ലാസിന്റെ പെണ്ണൊന്ന് കേട്ടെങ്കിൽ എന്ന് വിചാരിക്കുന്ന സഹോദരന്മാർ ഈ സദസ്സിലുണ്ടാവും. പഠിച്ചവനെ, അവരെയും നല്ലവരാക്കണമേ റബ്ബേ. എല്ലാരും നല്ലവരാക്കണമേ റബ്ബേ. സ്വഭാവം പട്ടുപോലെയായാൽ അതാണ് തുലാസിൽ ഏറ്റവും കനമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അങ്ങനെയുള്ള സ്വഭാവം ഞങ്ങൾക്ക് പരസ്പരം നൽകണമേ തമ്പുരാനെ. മുസ്ലിമായെങ്കിൽ എന്ന് മറ്റുള്ളവർക്ക് കൊതി തോന്നുന്ന ഒരവസ്ഥ ഞങ്ങളെ തൊണ്ടുണ്ടാവണമേ തമ്പുരാനെ. മറ്റുള്ളവർക്കും ഹിദായത്ത് ഞങ്ങളെ കൊണ്ട് ലഭിക്കണമേ റബ്ബേ. അനവധി അള്ളാഹുവിന്റെ ദീനിലേക്ക് വന്നവർ ഈ കൂട്ടത്തിലുണ്ട് റബ്ബേ. നിന്റെ ബറക്കത്ത് അവരുടെ മേൽ ചൊരിയണമേ റബ്ബേ. നിന്റെ അർശിന്റെ വാതിൽ അവർ നോൽക്കുന്ന നോമ്പിലേക്കും അവരെ നമസ്കാരത്തിലേക്കും നിന്റെ അർശിന്റെ വാതിൽ തുറക്കുമ്പോ ഞങ്ങളെയും കൂട്ടണമേ പഠിച്ചോൻ. ഞങ്ങൾക്കൊരു കഴിവുമില്ല റബ്ബേ. ഞങ്ങൾക്കൊരു കഴിവുമില്ല റബ്ബേ. ഞങ്ങളെ പെങ്ങന്മാരും കുട്ടികളും ഭർത്താക്കന്മാരെ അമേരിക്ക പിടിച്ചു കൊണ്ടുപോയി കൊന്നു. പിന്നെ എവിടെയോ നരകയാതനയിൽ ജയിലിലിട്ടു. എവിടെയാണെന്ന് പോലും അറിയില്ല. പകലും രാത്രിയും കണ്ണീര് കുടിച്ച് മക്കളെ മുഖത്തേക്ക് നോക്കി കരയുന്ന ഉമ്മ, വാതിൽ പിന്നിൽ വിട്ട് പാവിട്ട് കരയുന്ന ഉമ്മ, ഉമ്മയുടെ കാൽ ചുവട്ടിലൂടെ നടന്ന് ഭക്ഷണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന മക്കൾ. റബ്ബേ, അവരെ അപ്പോലമാക്കിയ അമേരിക്കൻ തമ്മാടിയെ പരാജയപ്പെടുത്തണമേ തമ്പുരാനെ. വർഹമില്ലാഹുമ്മ ബി അഹ്ലിൽ ഇറാഖ് വഅഹ്ലി ഫലസ്തീൻ വഅഹ്ലി ഫലസ്തീൻ വർഹമില്ലാഹുമ്മ ബി അഹ്ലി ഫലസ്തീൻ വഅഹ്ലി സായിരി ബുൽദാനിൽ മുസ്ലിമീൻ. ഞങ്ങളെ രാജ്യത്തിനും നല്ലത് വരണമേ റബ്ബേ. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എല്ലാവരും ഏകോദര മക്കളായി നാട്ടിൽ ജീവിക്കണമേ തമ്പുരാനെ. കലാപത്തെ തൊട്ട് കാക്കണമേ റബ്ബേ. ആരൊക്കെ കലാപത്തിന് ശ്രമിച്ചാലും അവരെ പരാജയപ്പെടുത്തണമേ റബ്ബേ. ഇരുട്ടിന്റെ മറവിൽ സമുദായങ്ങളെ തമ്മിലടിക്കുന്ന തമ്മാടികൾ ആരാണെങ്കിലും അവരെ പരാജയപ്പെടുത്തണമേ റബ്ബേ. ഇവിടെ ഹിന്ദുവും മുസൽമാനും ഇന്ന് വരെ കൂടിച്ചേർന്ന് ജീവിച്ചിട്ടുണ്ട്. ആ ജീവിതം നിലനിൽക്കണമേ റബ്ബേ. അള്ളാഹുവേ, സന്തോഷത്തിന്റെ ജീവിതം നിലനിൽക്കണമേ റബ്ബേ. ശറഇന്റെ പരിധിയിൽ നിന്നുകൊണ്ട് സഹോദര സമുദായങ്ങളോട് കൂട്ടുചേരാൻ ഞങ്ങളെ നീ തൗഫീഖ് ചെയ്യണമേ റബ്ബേ. റബ്ബന ആതിന
ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.